വിചാരിക്കുന്നു. എല്ലാവരും സുഖവും സന്തോഷവുമായിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഈ മത തീവ്രവാദികളെ കരുതിയിരിക്കുക എന്നത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കടമ്പയാണ്. കാരണം അവരെ ഓരോ തീവ്രവാദ സംഘടനകളെയും അവരുടെ തീവ്രവാദങ്ങളെ മുൻനിർത്തി നിരോധിക്കുമ്പോഴെല്ലാം അടുത്ത സംഘടനകളുമായി അവർ പിറവിയെടുക്കും. ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയതല്ല. കാലാകാലങ്ങളായി ഈ രാജ്യത്തിന്റെ സമാധാനം തല്ലിക്കെടുത്തുക എന്ന രൂപത്തിൽ, ഈ രാജ്യത്തെ മതവൽക്കരിക്കുക എന്ന രൂപത്തിൽ അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം. അതിന് ഇന്നുവരേക്കും ഒരു മാറ്റവുമില്ലാതെ, മാറ്റത്തിരുത്തലുകളില്ലാതെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ അവര് ശ്രമിക്കുന്നത് സ്ത്രീകളെ രംഗത്തിറക്കി ഒരു തരംതാണ കളി കളിക്കാനാണ് അവരിപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് കറിക്കത്തി പിടിക്കാൻ മാത്രമല്ല സ്ത്രീകൾക്ക് അറിയുന്നത്, വാക്കത്തി അഥവാ വെട്ടുകത്തി പിടിക്കാനും അവർക്കറിയാം. അവർക്ക് AK-47 പിടിക്കാൻ അറിയാം. അതുമായി ഇന്ത്യ എന്ന വയലിലേക്ക് ഇറങ്ങാൻ വനിതാ സൈനികർ, വനിതാ മാധ്യമ പ്രവർത്തകർ, മർക്കസ് ഉസ്മാൻ അലി എന്ന വ്യക്തിയുടെ ഓഡിയോ ആണ് ഈ രൂപത്തിൽ ഇന്നിപ്പോൾ വൈറലായിരിക്കുന്നത്. അതായത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഇന്ത്യൻ സൈന്യം ജയ്ഷെ മുഹമ്മദ് ഉണ്ടല്ലോ, അവരുടെ ആസ്ഥാനത്തെ ഒരു പിടി ചാരകൂമ്പാരമാക്കി മാറ്റി. ജയ്ഷെ മുഹമ്മദിന്റെ ഒരു കളിയും ഇന്ത്യ മഹാരാജ്യത്തോട് നടക്കില്ല എന്ന വലിയ സന്ദേശമായിരുന്നു നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് നൽകിയത്. അങ്ങനെ സ്ത്രീകളെ ഇറക്കി, അതായത് ഏറ്റവും കൂടുതൽ സ്ത്രീകളെ പേറുയന്ത്രമായി മാത്രം കാണുന്ന, സ്ത്രീകളെ രണ്ടാം കിട പൗരന്മാരായി മാത്രം കണ്ട് നീക്കി നിർത്തി അവരെ പ്രസവയന്ത്രമായിട്ട് മാത്രം കണ്ടാൽ മതി എന്ന് മതവിധി വരെയുള്ള ഒരു പ്രസ്ഥാനത്തിന്, ഒരു സമുദായത്തിന് എതിരെ നരേന്ദ്രമോദി കൊണ്ടുവന്ന് നിർത്തിയത് സ്ത്രീകളെ തന്നെയായിരുന്നു. അതിന് പകരം വീട്ടുക എന്ന രൂപത്തിലാണ് ജയ്ഷെ മുഹമ്മദിന്റെ നേതാവായിട്ടുള്ള മസൂദ് അസ്ഹർ തന്റെ സഹോദരിയായിട്ടുള്ള സാദിയ അസ്ഹറിന്റെ നേതൃത്വത്തിൽ ഒരു വനിതാ ബ്രിഗേഡ് രൂപീകരിക്കണം. അതായത് ഇവിടെ സോഫിയ ഖുറൈഷി എന്ന് പറയുന്ന പെൺസിംഹത്തെ മുൻനിർത്തി നരേന്ദ്രമോദി റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന സംഘടന പഹൽഗാം ഭീകരാക്രമണം നടത്തിയതിനെ തുടർന്ന് ഓപ്പറേഷൻ സിന്ദൂറിൽ പണി കൊടുത്തതിന്റെ പേരിൽ ഇവരാകെ നാണം കെട്ട് ഇവരുടെ മുഖഛായയും രാജ്യത്തിന്റെ പ്രതിച്ഛായയും നഷ്ടപ്പെട്ടു എന്ന രൂപത്തിലായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അതിന് അടുത്ത പ്രതികാരം ചെയ്യാൻ അല്ല, അടുത്ത പണി വാങ്ങിക്കാൻ, അതേ ഇന്ത്യയുടെ ഭാഷയിൽ പറയാനുള്ളൂ. എന്തായിരുന്നാലും ഇന്ത്യൻ വനിതാ ജേർണലിസ്റ്റുകൾ ഇവരെ ഉന്നം വയ്ക്കുന്നു എന്ന് ബഹവൽപൂരിലെ മർക്കസ് ഉസ്മാൻ അലി റെക്കോർഡ് ചെയ്ത ഒരു ഓഡിയോയിലൂടെയാണ് ഇത്തരം സന്ദേശങ്ങൾ വെളിപ്പെടുത്തുന്നത്. ജയ്ഷെയുടെ നേതാവായിട്ടുള്ള മസൂദ് അസ്ഹർ തന്റെ മൂത്ത സഹോദരിയും ഭർത്താവും അനന്തരവന്റെ ഭാര്യയും അനന്തരവളും കുടുംബത്തിലെ 5 കുട്ടികളും കൊല്ലപ്പെട്ടു എന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. മസൂദ് അസ്ഹറിന്റെ കുടുംബത്തെ മുഴുവനും ചാരമാക്കിയാണ് മാറ്റിയത്. അത് കഴിഞ്ഞിട്ട് ഈ ജയ്ഷെ മുഹമ്മദിന്റെ നേതാവായിട്ടുള്ള മസൂദ് അസ്ഹർ പക വീട്ടുന്നതിന് വേണ്ടി, കാരണം അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവന്റെ കുടുംബത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള ഒന്നുപോലും ബാക്കി വെക്കാതെ തീർത്തല്ലോ. അങ്ങനെ ലേഡീസ് കില്ലർമാരെ ഇറക്കി ബോംബും തോക്കുമായി പുതിയ പരീക്ഷണവും പരിശീലനവും നടത്തുകയാണ്. ലക്ഷ്യം ഇന്ത്യയിലെ വനിതാ സൈനികരെ കൊലപ്പെടുത്തുക, വനിതാ മാധ്യമ പ്രവർത്തകരെ കൊലപ്പെടുത്തുക, വനിതാ ആക്ടിവിസ്റ്റുകളെ കൊലപ്പെടുത്തുക, ഇസ്ലാമിനെ എതിർക്കുന്ന വനിതകളെ കൊലപ്പെടുത്തുക. ഇങ്ങനെ മർക്കസ് ഉസ്മാൻ അലിയുടെ സന്ദേശത്തിൽ ഒരുപാട് ഭീഷണികളുണ്ട്.
ഒരുപാട് മുൻകരുതലുകൾ എടുക്കേണ്ടുന്ന വിഷയങ്ങളുമുണ്ട്. പരമ്പരാഗതമായി ദുയൂബന്ദിന്റെ വേരുകളുള്ള ഒരു ഭീകര സംഘടനയാണ് ജയ്ഷെ മുഹമ്മദ്. സ്ത്രീകൾ സായുധ ജിഹാദിൽ ചേരുന്നതിനോ യുദ്ധവേഷങ്ങളിൽ പങ്കെടുക്കുന്നതിനോ ഒക്കെ മുൻകാലങ്ങളിൽ വിലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാലും പഹൽഗാം ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ദൂറിനും ശേഷം ഗ്രൂപ്പ് അവരുടെ നയം പരിഷ്കരിച്ചിട്ടുണ്ട്. മസൂദ് അസ്ഹറും സഹോദരനായിട്ടുള്ള ത്വൽഹ അൽ സൈഫും സംയുക്തമായി ജയ്ഷെ മുഹമ്മദിന്റെ പ്രവർത്തന ഘടനയിൽ സ്ത്രീകളെ ഉൾപ്പെടുത്താൻ അംഗീകാരം നൽകിയിരുന്നതായും ഇത് പുതിയ വനിതാ ബ്രിഗേഡിന് വഴിയൊരുക്കിയിരുന്നതായിട്ടുമാണ് ഇന്റലിജൻസ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഏത് കാര്യങ്ങൾ എപ്പോൾ എങ്ങനെ ഹറാമാകണം, എങ്ങനെ ഹലാലാകണം എന്ന് ഇവര് തീരുമാനിക്കും. ഇതുവരെ സ്ത്രീകളെ രംഗത്തിറക്കാതെ ഇരുന്ന തീവ്രവാദ സംഘടനകൾ ഇന്ന് സ്ത്രീകളുടെ കൈകളിൽ തന്നെ മാരകായുധങ്ങൾ വെച്ചുകൊടുത്ത് സൈനിക പരിശീലനം നൽകുന്നതിന് പിന്നിൽ ഒന്നേയുള്ളൂ ലക്ഷ്യം: ഇന്ത്യ. ഇന്ത്യ ഇന്ത്യ എന്ന് കേട്ടാൽ ഉടനെ ഇവർ കോപാകുലരായി മാറുന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യയിലെ ബഹുസ്വരതയെ ഇവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഇന്ത്യയിൽ നാനാജാതി മതവിഭാഗങ്ങളും ഒത്തൊരുമയോടെ ജീവിക്കുന്നത് ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇവർക്ക് മുറിയന്മാര് മാത്രം തിങ്ങിപ്പാർക്കുന്ന ഒരു രാജ്യമായി, ഒരു ലോകമായി, ഭൂമിയായി ഇതിനെ മാറ്റുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് അവർ. അതുകൊണ്ട് തന്നെ മുമ്പ് സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടില്ല, സ്ത്രീകൾ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, സ്ത്രീകളെ അധികാരമേൽപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ് തർക്കിച്ചിരുന്ന, വാദിച്ചിരുന്ന ആളുകളൊക്കെ ഇന്ന് സ്ത്രീകളെ തന്നെ രംഗത്തിറക്കി അവരൊരു പോർമുഖം തീർക്കുന്നെങ്കിൽ ഒന്നേ ഉള്ളൂ അവരുടെ ലക്ഷ്യം: ഇന്ത്യയെ ഇസ്ലാം മതവൽക്കരിക്കണമെങ്കിൽ സ്ത്രീകളും കൂടി ഇതിനകത്ത് തുടർന്നേ പറ്റൂ. അതുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ കീഴിൽ ഒരു മെക്സെവൻ പിറവിയെടുത്തു. സ്ത്രീകളെ അതുവരെ വീട്ടിനകത്ത് തളച്ചിട്ടിരുന്ന വിഭാഗം പിന്നീട് സ്ത്രീകളെ ഇലക്ഷന് മത്സരിപ്പിക്കാനും സ്ത്രീകൾക്ക് അധികാരം അവരുടെ കൈകളിൽ വെച്ചു കൊടുക്കാനും വനിതാ സമ്മേളനങ്ങൾക്ക് പോലും നാമമാത്രമായിട്ട് പോലും ഒരു സ്ത്രീയെ നിർത്താതെ, വേദിയിലിരുത്താതെ, താടിയും തലപ്പാവും വെച്ചിട്ടുള്ള പുരുഷന്മാരെ ഇരുത്തി വനിതാ സംസ്ഥാന സമ്മേളനങ്ങളൊക്കെ ഇവര് കഴിപ്പിച്ചല്ലോ. അതിൽ നിന്ന് തന്നെ പെണ്ണ് സ്റ്റേജിൽ കയറാൻ പാടില്ല, പെണ്ണിന് അത് പാടില്ല, പെണ്ണിന് ഇത് പാടില്ല എന്ന് പറഞ്ഞ് ഇവര് കുറേ ആയി അടക്കി ഭരിക്കാൻ ശ്രമിക്കുന്നു. ഇനിയും ഇവരെ സംബന്ധിക്കുന്ന എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു പറഞ്ഞാലോ തീർന്നു. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കിട്ടുന്നത് വധഭീഷണികളാ, പുലഭ്യങ്ങളാ, പൂരത്തെറിവിളികളാ. പ്രത്യേകിച്ച് മദ്രസകളിൽ നിന്നും പഠിച്ച സംസ്കാരം അനുസരിച്ച് ഇവർക്ക് മാനവികമായിട്ടോ മര്യാദ രൂപത്തിലോ സംസാരിക്കാൻ അറിയില്ല. കാരണം ഇവര് മദ്രസകളിലാണല്ലോ പഠിച്ചു വരുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ ലൈവിലേക്ക് മുറിയന്മാര് വരണ്ട, എനിക്ക് മുറിയന്മാരുടെ സാന്നിധ്യം വേണ്ട. ഓ, ദഹിക്കുന്നവര് വന്നാൽ മതിയല്ലോ, ഇത് കേട്ടാൽ കുഴപ്പമില്ല, അങ്ങനെയുള്ളവര് വന്നാൽ മതി. അതല്ലാതെ മുറിയന്മാരായിട്ടുള്ള രാജ്യദ്രോഹികളെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ പറയുമ്പോൾ വേദന തോന്നുന്നെങ്കിൽ ഒരു മൂലയ്ക്ക് പോയിരുന്ന് വട്ടച്ചൊറി ചൊറിഞ്ഞ് മുക്കി നീയൊക്കെ കരഞ്ഞോ. അല്ലാതെ ഈ ലൈവിനകത്ത് വന്നിട്ട് എന്നെ തെറി വിളിച്ചിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ ഒരു കാര്യവുമില്ല. കാരണം നിങ്ങളെയൊക്കെ എന്നേക്കുമായിട്ട് ബ്ലോക്ക് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഈ ലൈവിലുണ്ട്. കാരണം ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് ജൂതനാണല്ലോ. അപ്പൊ ജൂതൻ സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്നതിന് മുമ്പ് ആദ്യം ഇതുപോലെയുള്ള ഞരമ്പന്മാരെയും മാതൃഭോഗികളെയും ശിശുഭോഗികളെയും എങ്ങനെയാണ് ബ്ലോക്ക് ചെയ്യേണ്ടത് എന്നതാണ് ആദ്യം സോഷ്യൽ മീഡിയയിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. കണ്ടോ? കാരണം എന്തെന്നറിയാമോ? വാപ്പ
വീട്ടിൽ ഉമ്മായെ വിളിക്കുന്നത് കേട്ടു പഠിച്ചതാ. ഇസ്ലാം മതത്തിനോട് വെറുപ്പ് തോന്നാതിരിക്കുമോ? ഇന്ന് ക്രിസ്ത്യാനികൾക്ക് ശരിക്കും മനസ്സിലായി, ഹിന്ദുക്കൾക്കും ശരിക്കും മനസ്സിലായി ഇവരെന്താണെന്ന്. എത്ര നാണം കെട്ടവന്മാരാണ്, സംസ്കാര ശൂന്യരാണ് ഈ മാതൃഭോഗികൾ എന്ന് ഇന്ന് എല്ലാവർക്കും മനസ്സിലായി. അതാണ് ആകെ ഒരു സമാധാനം. ഇതിനകത്ത് എനിക്ക് മുറിയന്മാരുടെ സാന്നിധ്യം ഇഷ്ടമല്ല. കാരണം മത തീവ്രവാദികളാണ്, സംസ്കാര ശൂന്യരാണ്, മാതാവ് പോലും കിടക്കുന്നിടത്തെ കുളിഞ്ഞു നോക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഇവരെയൊക്കെ, ഈ തീവ്രവാദികളെ പറഞ്ഞു വിടുക എന്നത് വലിയ ദൗത്യമാണ്. ഇവന്മാരെ നമ്മുടെ ചാനലിൽ നിന്ന് ബ്ലോക്ക് ചെയ്ത് പറഞ്ഞു വിടുക എന്നത് തന്നെ വലിയ ഒരു കടമ്പയാണെന്നേ. നാണം കെട്ട നെറികെട്ട വർഗം. ഇവനെയൊന്നും നമുക്കാവശ്യമില്ല. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ചാനലിലേക്ക് നീ ഒന്നും കയറി വരരുത്, എനിക്കത് ഇഷ്ടമല്ല എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഈ ബ്ലോക്ക് ചെയ്ത് പറഞ്ഞു വിടുന്നത്. ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു ക്രിസ്ത്യാനിയോട് നിന്റെ വർഗത്തെ തന്നെ ഞാൻ തകർക്കും എന്നല്ല പറഞ്ഞത്. എന്താ പറഞ്ഞെന്നറിയാമോ? ഒരു കൊടും ഭീകരൻ, ഒരു മുസ്ലിം തീവ്രവാദി പറഞ്ഞത്, നിന്നെയൊക്കെ നിരത്തി നിർത്തി, നിന്റെയൊക്കെ വർഗങ്ങളെ നിരത്തി നിർത്തി ഞങ്ങൾ അങ്ങോട്ട് തീർത്ത് കളയുമെന്നാ പറഞ്ഞത്. ഇവരെയൊന്നും ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു നിമിഷം പോലും വച്ച് പൊറുപ്പിക്കാൻ പാടില്ലാത്ത സത്യം. യോഗിയൊക്കെ ആയിരുന്നു ഈ രാജ്യം ഭരിച്ചിരുന്നതെങ്കിലെന്ന് നമ്മൾ ആഗ്രഹിച്ചു പോയി, ആലോചിച്ചു പോയി. ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം. ഫേസ്ബുക്ക് മെസ്സഞ്ചർ താമരശ്ശേരി ബിഷപ്പ് മാർ റിമീജിയസ് ഇഞ്ചനാനിക്ക് വധഭീഷണിക്ക് പിന്നാലെ തന്നെ ഇന്നിവിടെ ഒരു ക്രിസ്ത്യൻ യുവ നേതാവിന് തന്റെ കുടുംബത്തെ നശിപ്പിച്ച് കളയുമെന്ന് ഫേസ്ബുക്കിലൂടെ ഒരു വധഭീഷണി ഉണ്ടായിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ആ ഓഡിയോ ക്ലിപ്പ് നമുക്ക് കേൾക്കാം. നിന്റെ വർഗത്തിനെ മൊത്തം കേട്ടാ, നിന്റെ കൊച്ചിനെയും കൊല്ലും, നിന്റെ ഭാര്യ നിന്റെ മുന്നിലിട്ട് കേട്ടാ. നിന്നെപ്പോലത്തെ പിഴച്ച വർഗങ്ങളും നീയും നിന്റെ കുടുംബമൊന്നും ഉണ്ടാവരുത്. നീയൊന്നും ഒരിക്കലും പ്രത്യുൽപാദനം ചെയ്യരുത്. ഇനി ഫേസ്ബുക്ക് മെസ്സഞ്ചറിലൂടെ സാറിന് ഒരു വധഭീഷണി ഉണ്ടാവുകയുണ്ടായി. അത് ഇസ്ലാമിക ഭീകര സംഘടനയുടേതാണ് എന്ന് എന്തെങ്കിലും തെളിവുകളുണ്ടോ? അതെ, ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, തീർത്തും ഇസ്ലാമിക രീതിയിൽ കഴുത്തറുത്ത് കൊലപ്പെടുത്തും. അതായത് എന്നെയും എൻ്റെ ഭാര്യയെയും കുട്ടിയെയും കഴുത്തറുത്ത് കൊലപ്പെടുത്തും എന്നാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വേറൊരു തരത്തിൽ, വലിയ തരത്തിൽ വംശീയ പറയും, നിന്നെയും നിന്റെ വർഗത്തെയും, അതായത് ഞാൻ നിന്റെ മുമ്പിലിട്ട് നിന്റെ ഭാര്യയെ ബലാത്കാരം ചെയ്യുമെന്നാ പറഞ്ഞു. ഈ വക ഐറ്റങ്ങളിൽ നിന്ന് സംസ്കാരം പോയിട്ട് വിവരം പോലും പ്രതീക്ഷിക്കണം. ഇവരെ ഈ കേരളം തിരിച്ചറിയുക എന്നത് ഒരു ഭാരിച്ച ഉത്തരവാദിത്വമാണ്. ഏത് സമുദായത്തിൽപ്പെട്ടവനാണോ, ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്. അപ്പോൾ എന്നെയും എൻ്റെ വർഗത്തെയും കൂടി ഇത്തരത്തിൽ കഴുത്തറുത്ത് കൊലപ്പെടുത്തും, കടുത്ത വംശീയ വെറിയും കൂടിയാണ് ഇതിനകത്ത് പ്രകടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇതുപോലെ കൃത്യമായിട്ട് ട്രെയിൻ ചെയ്ത, ട്രെയിനിങ് കിട്ടി ഈ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇവിടെ നടപ്പാക്കാൻ ഉദ്ദേശിച്ച് ഇറങ്ങി തിരിച്ചിരിക്കുന്ന സംഘടനയുടെ ഒരു ഭാഗമാണ് ഈ കക്ഷി എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. താമരശ്ശേരി ബിഷപ്പിനുണ്ടായ അതേ അനുഭവം, അതിന് തൊട്ടു പിന്നാലെ അങ്ങേക്ക് ഈ വധഭീഷണി ഉണ്ടാവുകയുണ്ടായി. ഇതിന്റെ പിന്നിൽ ഏതെങ്കിലും ഒരു ഇസ്ലാമിക ഭീകര സംഘടനകളോ അതിനെക്കുറിച്ച് എന്തെങ്കിലും, ഇതിന് മുന്നേ എന്തെങ്കിലും ഭീഷണികളോ ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഇതിനകത്ത് നമ്മൾ ഞാൻ പാർട്ടിയുടെ ഉത്തരവാദിത്തം വഹിക്കുന്ന ഒരാളാണ്. അപ്പം സ്വാഭാവികമായിട്ട് ആ നിലപാടുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ഭീഷണികളും, പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ഭീഷണി ഇത് ആദ്യമായിട്ടാണ്. കാരണം കഴുത്തറുത്ത് കൊലപ്പെടുത്തും, അല്ലെങ്കിൽ കുട്ടിയെ കൊലപ്പെടുത്തും, ഭാര്യയെ കൊലപ്പെടുത്തും എന്നുള്ള തരത്തിലുള്ള ഭീഷണി ഇത് ആദ്യമായിട്ടാണ്. പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, ഈ ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കൃത്യമായിട്ടുള്ള നിലപാടുകൾ പല വേദികളിലും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഫേസ്ബുക്കിൽ കുറിപ്പുണ്ട്. അതുപോലെ തന്നെ ഇത്രയും തന്നെ മതി ഇവന്മാർക്ക് പിരിവിടാൻ, അല്ലേ? ഇത്രയും തന്നെ മതി. കാരണം ഇസ്രായേലിനെ പിന്തുണച്ചോ, അത് മതി. അതെ, ആ ബിട്ടാക്കോ വന്ന, ഓക്കെ, എനിക്ക് പണി കുറഞ്ഞു. ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയും ഹമാസ് ഭീകരന്മാരെ എതിർക്കുകയും ചെയ്താൽ
ഇവർക്ക് കുരുക്കൾ പൊട്ടും. ഇവരുടെ വീടുകളിലെ സംസ്കാരം എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ. ഇവർ മതപാഠശാലകളിൽ പഠിക്കുന്ന സംസ്കാരം എന്താണ് എന്ന് ഞാൻ പറയണ്ടല്ലോ. ശരി, എന്നാലും ഞാൻ നിങ്ങൾക്ക് ഒരു സംസ്കാരത്തിന്റെ ചെറിയ ഒരെണ്ണം ഒന്ന് കാണിച്ചു തരാം. ബസ്സില്, ട്രെയിനില്, ബസ് സ്റ്റോപ്പുകളിൽ ഒന്നും ഇരുന്ന് ഈ ലൈവ് കാണരുത്. ഹെഡ്സെറ്റ് വെച്ചിട്ടേ ബാക്കി ഭാഗം നിങ്ങൾ കേൾക്കാവൂ. ഇതൊരു റിക്വസ്റ്റ് ആണ്. കാരണം തള്ളയെയും പെങ്ങളെയും തിരിച്ചറിയാത്ത ഒരു വിഭാഗം തീവ്രവാദികളും സംസ്കാരശൂന്യരും മാതൃഭോഗികളും മൃഗഭോഗികളുമായിട്ടുള്ള ശവഭോഗികളായ ഒരു വിഭാഗം തീവ്രവാദികളുടെ ശരിയായ സ്വഭാവം എന്താണ് എന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. കേട്ടോ? ഇച്ചിരി മതസംസ്കാരം എടുക്കാം. മതത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരു കാക്കയ പണമിട്ട ആളുകളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നമ്മുടെ കാക്കയുടെ വികട സരസ്വതി ഒന്നിനെ ഞാൻ ഇതൊന്നും ഒരു നാലോ അഞ്ചോ ആറോ കേട്ട് ഏതോ തൊണ്ടക്കുണ്ടായിരുന്നു തോന്നുന്നു. എടി പുലർച്ചീച്ച് മാത്രം കിട്ടുന്നെങ്കിൽ ആ മതേറ്റിച്ച് നടന്നോ? എന്തിനാണ് ഈ നാട്ടുകാരെ വെറുപ്പ് മുഴുവൻ സമ്പാദിച്ചു വെക്കുന്നത്? ഇജ് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഇസ്ലാം മതത്തിൽ എനിക്ക് പറ്റിയ മാറിപ്പോയി. ഇജ് എന്തിനാണ് ഈ ആൾക്കാരെ വെറുപ്പ് മുഴുവൻ സമ്പാദിച്ചു വെക്കുന്നത്? അതിലെന്ത് കാര്യം പറയുന്നത്? ഇവന്റെ തള്ള ആ ലോകത്തെ, ആ നാട്ടിലെ, ഈ ഇന്ത്യ മഹാരാജ്യത്തെ മാത്രമല്ല സൗദി അറേബ്യയിലും ഇന്റർനാഷണൽ വെടിയാണ് എന്നവൻ പറയുന്നത്. കേട്ടോ? അങ്ങനെ കൂട്ടത്തിൽ വെടിവെക്കാൻ പോയവരിൽ ഒരുത്തനാണ് ഇവന്റെ തന്ത. എങ്ങനെയാ പറയാതിരിക്കുക? അങ്ങനെ ഇന്റർനാഷണൽ വെടിയുടെ മകനാണ് ഇവൻ. സൗദി അറേബ്യയിൽ വേശ്യാവൃത്തിക്ക് ഈ തള്ള 100 അടി കിട്ടി ജയിലിലാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇവന്റെ തള്ള എന്തായിരുന്നാലും ഒരു ഭൂലോക വെടിയുടെ, ഇന്റർനാഷണൽ വെടിയുടെ മകനാണ് ഇവനെന്ന് ഇവന്റെ ഈ വാക്കുകളിൽ തന്നെ ഇല്ലേ? കാരണം ഇവന്റെ വീട്ടില് ഇവന്റെ ഉമ്മായെ ആ നാട്ടിൽ വീട്ടിൽ വന്ന് കളിക്കാത്ത ആളുകൾ ഉണ്ടാകത്തില്ല. ഇവന് വേറൊരു നമ്പരും കൂടിയുണ്ട്. കാരണം ഈ ഫേക്കന്മാരുടെ മൊത്തം രീതിയാണല്ലോ ഇത്. ഒരു നമ്പരും കൂടി, ഇവന്റെ ഒരു നമ്പറിൽ ഇവൻ പൂരത്തെറി വിളിച്ച് വന്നിട്ട് ഇവനെ ബ്ലോക്ക് ചെയ്തപ്പോ അവൻ പറഞ്ഞങ്ങോട്ട് തീർന്നില്ല മുഴുവൻ തെറികളും. അതുകൊണ്ട് ഇവൻ അടുത്ത നമ്പറിൽ കയറി വന്ന് അവൻ ആ വിളിച്ചതിന്റെ ബാക്കി സുന്നത്തും ഫർളും ഒക്കെ കൂടി നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവൻ അടുത്ത നമ്പറിൽ കയറി വന്നു. മദ്രസയിൽ പഠിച്ചിട്ടുള്ള ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ബുദ്ധിമുട്ടാണെന്നോ അയ്യേ എന്നോ നമുക്ക് തോന്നില്ല. കാരണം ഇവന്റെ വീട്ടിലെ കൾച്ചർ ഇതാണ്. രാവിലെ ഉമ്മ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഉമ്മയോട് ചോദിക്കുന്നത്, ഉമ്മ ഇന്ന് വാപ്പ പുറകിൽ പണിഞ്ഞോ മുമ്പിൽ പണിഞ്ഞോ? പുറകിലാണെങ്കിൽ രാത്രി ഞാൻ മുമ്പിൽ എടുക്കാം. പറയേണ്ടി വരുന്നതാണ് കേട്ടോ. ഈ ലോകത്തെമ്മാടിച്ചിയുടെ മകനായിട്ടുള്ള ഇന്റർനാഷണൽ വെടിയുടെ മകൻ ഇവന്റെ തന്തയും തള്ളയും ഏത് രൂപമായിരിക്കും? എന്തായിരുന്നാലും എന്റെ മക്കൾ ഒരു തെറ്റ് ചെയ്താൽ എന്റെ വളർത്തുദോഷമാണെന്ന് തന്നെയല്ലേ ആളുകൾ പറയും. അതുപോലെ ഇവന്റെ തള്ള ഇവന് കമിഴ്ന്നും മലർന്നും കിടന്നു കൊടുക്കുകയും ഇവന്റെ പെങ്ങന്മാരും മക്കളും ഒക്കെ ഉപയോഗിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ പറയുന്നത് ഒരു പബ്ലിക്കിൽ വന്ന് മറ്റൊരു സ്ത്രീയോട്. കാരണം ഇവന്റെ തള്ളയെ കണ്ടു വളർന്നതാ, ഇവന്റെ തള്ളയെ കണ്ടു പഠിച്ചതാ, ഇവന്റെ തള്ള പഠിപ്പിച്ച സംസ്കാരമാണിത്. അപ്പോ ഇതിന്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഭൂലോക വെടിച്ചിയായിട്ടുള്ള ഇവന്റെ തള്ളയ്ക്കാണ്. അപ്പോൾ പിന്നെ ക്രിസ്ത്യാനികളെ നിരത്തി നിർത്തി
നിരത്തി നിർത്തി ഈ വർഗങ്ങളെ മുഴുവനും കഴുത്തറുക്കുമെന്ന് ഒരു കുറിപ്പുണ്ട്. ഭീകരൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്ഭുതം തോന്നുന്നുണ്ടോ? ഉണ്ടോ? അതാണ്. താമരശ്ശേരി ബിഷപ്പ് മാർ റിമീജിയസ് ഇഞ്ചനാനിക്ക് വധഭീഷണിക്ക് പിന്നാലെ തന്നെ ഇന്നിവിടെ ഒരു ക്രിസ്ത്യൻ യുവ നേതാവിന് തന്റെ കുടുംബത്തെ നശിപ്പിച്ച് കളയുമെന്ന് ഫേസ്ബുക്കിലൂടെ ഒരു വധഭീഷണി ഉണ്ടായിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ആ ഓഡിയോ ക്ലിപ്പ് നമുക്ക് കേൾക്കാം. കഴുത്തറുത്ത് കൊന്നോളൂ നിന്റെ വർഗത്തിനെ മൊത്തം കേട്ടാ. പിന്നെ നിന്റെ കൊച്ചിനെയും കൊല്ലും. നിന്റെ ഭാര്യ നിന്റെ മുന്നിലിട്ട് കേട്ടാ. നിന്നെപ്പോഴത്തെ പിഴച്ച വർഗങ്ങളും നീയും നിന്റെ കുടുംബമൊന്നും ഉണ്ടാവരുത്. നീയൊന്നും ഒരിക്കലും പ്രത്യുൽപാദനം ചെയ്യരുത്. ഇനി ഫേസ്ബുക്ക് മെസ്സഞ്ചറിലൂടെ സാറിന് അതായത് ഇത് ഞങ്ങളുടെ കാൽ കീഴിൽ വരണം ഈ രാജ്യം. ഇസ്ലാം മത രാജ്യമായി കഴിഞ്ഞാൽ പിന്നീട് ഞങ്ങളല്ലേ തീരുമാനിക്കുന്നത് ആര് എങ്ങനെ എവിടെ വേണമെന്ന്. ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ടാണ് ഇവരെ കരുതിയിരിക്കണമെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതാണ് കാരണം. പക്ഷേ ഒരു വിഭാഗം ആളുകള് ഇവരെ പ്രീണിപ്പിക്കുക എന്ന തന്ത്രവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവരെയും നമ്മൾ വെറുതെ വിടില്ല. കാരണം ഇസ്ലാമിക തീവ്രവാദത്തെ വളർത്തി വലുതാക്കി ഈ മത തീവ്രവാദികൾക്ക് ചെല്ലും ചെലവും കൊടുത്ത് ഇവർക്ക് വേണ്ടുന്ന തണലുകൾ ഒരുക്കി നമ്മുടെ നാട്ടിലെ കുറച്ച് ആളുകള് മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ നമ്മൾ വിളിക്കുന്ന ഓമനപ്പേര് സെക്യുലറിസ്റ്റുകൾ എന്നാകുമ്പോൾ ഇവര് ചെയ്യുന്നത് ഈ രാജ്യത്തിനെതിരാണ് എന്ന് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഞാൻ എൻ്റെ ഉത്തരവാദിത്വം ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വം ചെയ്യണം. കാരണം ഇത് എങ്ങനെയുള്ള ഒരു നേതാവിന്റെ അനുയായിയാണെന്ന് ആലോചിച്ച് നോക്കിയേ. എങ്ങനെയുള്ള നേതാവിന്റെ അനുയായിയാണ്? കാമഭ്രാന്ത് തലയ്ക്ക് പിടിച്ചിട്ടുള്ള ഒരു നേതാവിന്റെ അനുയായി. അപ്പൊ പിന്നെ ഇയാളിൽ നിന്ന് നമ്മൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണിനെയും കൊണ്ട് ഭർത്താവ് നടന്നു പോയി കഴിഞ്ഞാല് അവളെ എനിക്ക് ഭോഗിക്കാൻ വേണം, അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിർത്തിയിട്ട് പോയിക്കോണമെന്നല്ലേ നൗഷാദ് ഹസനി പ്രസംഗിച്ചത് നമ്മൾ കേട്ടതല്ലേ അല്ലേ? അപ്പോൾ ഈ മതത്തിന്റെ മാനവികതയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയേണ്ടതുണ്ടോ? പക്ഷേ ഇവരെ താലോലിക്കുന്ന മൃദു സമീപനവും പ്രീണനവും നടത്തി ഇവരെ സുഖിപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. അവരെ കുറിച്ച് തന്നെ പറയുന്നത് അവരെന്തോ വലിയ സെക്യുലറിസ്റ്റുകളാണെന്നാണ്. പക്ഷെ ഈ സെക്യുലറിസ്റ്റുകളെ കൂടി ഇവരുടെ ജനാധിപത്യവും കൂടി വലിച്ചു കീറേണ്ടെന്ന ഒരു ഭാരിച്ച ഉത്തരവാദിത്വം നമുക്കുണ്ടല്ലോ. കേൾക്കാം. പ്പെട്ടവർക്കും നമസ്കാരം. മുസ്ലിം സമൂഹത്തിന് നേരിടുന്ന പ്രശ്നങ്ങളെ മണത്ത് കണ്ടുപിടിക്കുന്ന ഒരു പ്രഗത്ഭൻ ഉണ്ട് കേരളത്തിൽ. ഏതെങ്കിലും ഒരു മുസ്ലിമിനോ അല്ലെ ഒരു മുസ്ലിം സമൂഹത്തിനോ എവിടെയെങ്കിലും പ്രത്യേകിച്ച് സംഘപരിവാറിൽ നിന്നും, ഹൈന്ദവ സമൂഹത്തിൽ നിന്നോ അല്ലെങ്കിൽ സംഘപരിവാറിൽ നിന്നോ, BJP-യോ RSS-ഓ വിശ്വഹിന്ദു പരിഷത്തോ ബജറംഗ് ദളോ ഇവരിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഏതെങ്കിലും ഒരു മുസ്ലിമിന് ഉണ്ടാകുന്നുണ്ടോ എന്ന് മണത്ത് കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു പ്രഗത്ഭനാണ് രാഹുൽ ഈശ്വർ. താന്ത്രിക കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണെങ്കിലും അതിന്റെ യാതൊരുവിധമായ ക്വാളിറ്റിയോ യാതൊരുവിധമായ വർഗസ്നേഹമോ കാണിക്കാതെ പൊളിറ്റിക്കൽ വർഗസ്നേഹമല്ല, ഒരു 5ന്റെ വിവരമില്ലാത്ത ഒരു വാപോയ കോടാലിയാണ് നിങ്ങൾ ഈ പറഞ്ഞ ഈശ്വരൻ. ഇസ്ലാമിന് വേണ്ടി മാത്രം പണിയെടുക്കുന്ന ഒരുത്തൻ. ഒരു കാലത്ത് വലിയ പ്രഗത്ഭനായി ജനങ്ങളൊക്കെ അറിഞ്ഞിരുന്നതാണ്. എങ്ങനെയോ ഇദ്ദേഹം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പിടിയിൽ പെട്ടുപോയി. എന്താണ് ഇദ്ദേഹം ഇതിന്റെ അകത്ത് പെട്ടുപോയത് എന്ന് അറിയില്ല. ഇനി ഇവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അബദ്ധങ്ങൾ ഇദ്ദേഹത്തിന് പറ്റിയോ, ഇദ്ദേഹം പൊന്നാനിയിലെങ്ങാനും പോകേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായോ, ഇതൊന്നും അറിയില്ല. എന്തായാലും ഇദ്ദേഹത്തിന്റെ അവസ്ഥ അതീവ ഗുരുതരമാണ്. ഹൈന്ദവ സമൂഹത്തിന് നേരിടുന്ന വെല്ലുവിളികളെ ഇദ്ദേഹം കാണുകയില്ല. മുസ്ലിം സമൂഹത്തിന് നേരിടുന്ന വെല്ലുവിളികളെ മാത്രമാണ് ഇദ്ദേഹം കാണുകയുള്ളൂ. ഇത് ഇത്രയും പറയാനായിട്ടുള്ള കാരണം ഈ മുസ്ലിം പ്രീണനം, പൊളിറ്റിക്കൽ ഇസ്ലാമിന് വേണ്ടിയുള്ള പ്രവർത്തനം ഈ രാഹുൽ ഈശ്വർ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. സ്വന്തം സമൂഹം, അതായത് ഹൈന്ദവ സമൂഹം താൻ ഉൾപ്പെടെ അഖിലഹാദിയ മുതലാണ് ആൾക്ക് മനസ്സിലായത് ഇത് കുറച്ച് വളക്കൂറുള്ള മണ്ണാണെന്ന്. നിൽക്കുന്ന ഹൈന്ദവ സമൂഹത്തെ
ഒരു രീതിയിലും ഒരു വില കൽപ്പിക്കാതെ പൂർണ്ണമായും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു ചെരുപ്പ് നക്കിയായി എന്ന് പറഞ്ഞാൽ ഒരു അടിമയായി, ഹിന്ദി പറഞ്ഞ ഗുലാം, ഒരു അടിമയായി മാറിയ ഒരു വ്യക്തിയായി ഈ രാഹുൽ ഈശ്വർ അധപ്പതിച്ചു എന്നുള്ളതാണ്. മിസ്റ്റർ രാഹുൽ ഈശ്വർ, വളരെ കഷ്ടമാണ് നിങ്ങളുടെ കാര്യം. നിങ്ങൾ ഇത്രയും തരം താഴാൻ പാടില്ല. അതായത് ഇസ്ലാമിക് മത തീവ്രവാദികൾക്ക് വേണ്ടി ഘോരം നിങ്ങൾ കുരയ്ക്കുമ്പോൾ നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന 80% വരുന്ന ഹൈന്ദവ സമൂഹം ഒരു സൈഡിലുണ്ട് അല്ല, എന്ന് ഹൈന്ദവ സമൂഹത്തെ നോക്കണ്ട. ഈ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ഇസ്ലാം മത ഭീകരന്മാരെ പ്രീണിപ്പിക്കുന്ന അതേ നിലപാടുകൾ സ്വീകരിക്കുന്ന ഇവനൊക്കെ ഈ രാജ്യത്തിനു വേണ്ടി ചെയ്യുന്ന സേവനം എന്താ? തീവ്രവാദികളെ വളർത്തിക്കൊണ്ടുവന്ന് ഈ രാജ്യത്തെ അവർക്ക് തീരെഴുതി കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കും. ചിന്തിക്കണം. വളരെ താല്പര്യത്തോടുകൂടെ ഈ ഇസ്ലാമിക് പ്രീണനം എന്തുകൊണ്ടാണ് ഈ രാഹുൽ ഈശ്വർ എടുക്കുന്നത്? എന്തെങ്കിലും ഫണ്ടോ മറ്റു കാര്യങ്ങളോ ഇദ്ദേഹം കൈപ്പറ്റിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് എന്തെങ്കിലും അബദ്ധം പറ്റിയോ? ഇദ്ദേഹം പൊന്നാനിയിലെങ്ങാനും പോകേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായോ? ഇതൊന്നും നമുക്കറിയില്ല. എന്തായാലും എന്തോ ഒരു വലിയ പ്രശ്നം ഇദ്ദേഹത്തെ വ്യാപരിച്ചിട്ടുണ്ട്. എന്തായാലും രാഹുൽ ഈശ്വരന്റെ ഒരു പോക്ക് ഇതൊരു ശരിയായ പോക്കല്ല. താൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തോട് യാതൊരു പ്രതിബദ്ധതയുമില്ലാതെ വർഷങ്ങൾക്ക് മുമ്പ് ഈ വസ്തുത ചാനലിൽ വന്നിരുന്ന് ഞാൻ വിളിച്ചു പറഞ്ഞത്. യാതൊരു വിധമായ വർഗസ്നേഹവും കാണിക്കാതെ ഇസ്ലാമിക് മത തീവ്രവാദത്തിന് വേണ്ടിയിട്ടും ഇസ്ലാമിക് മത തീവ്രവാദികൾക്ക് വേണ്ടിയും ഘോരം കുരയ്ക്കുന്ന, അവരുടെ പ്രശ്നങ്ങളെ മണത്ത് കണ്ടുപിടിക്കുന്ന ഒരു വ്യക്തിയായി ഈ രാഹുൽ ഈശ്വരെ അധപ്പതിച്ചു എന്നുള്ളത് അത് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. ആ വോയിസ് നിങ്ങളൊന്ന് കേൾക്കാം. അമ്പലത്തിൽ ഐ ലവ് മുഹമ്മദ് എഴുതി സാമുദായിക കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു. അങ്ങനെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അവസാനം പോലീസ് ആൾക്കാരെ കണ്ടെത്തി. 4 തീവ്ര ഹിന്ദുത്വവാദികൾ അറസ്റ്റ്. ഈ വാർത്ത കേൾക്കുമ്പോൾ ചിരിക്കണോ കരയണോ വിഷമം വേണോ ദേഷ്യം വേണോ ഞാൻ പലവട്ടം ആലോചിച്ചു. എന്ത് ചെയ്യാനാണ്? ഇവന്മാരെ കൊണ്ട് എന്തൊരു ശല്യമാണ്, എന്തൊരു നാടിന് നാശമാണെന്ന് ആലോചിച്ച് നോക്കി. അതായത് ഹിന്ദു ക്ഷേത്രത്തിൽ പോയി ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതി. അതിന് മുസ്ലിങ്ങളാണെന്ന് വരുത്തി തീർത്ത് അതിൽ പല ആൾക്കാരെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു. കർണിസേന അടക്കമുള്ള ഈ ഹിന്ദുത്വ തീവ്രവാദ സംഘടനകൾ. അവസാനം പോലീസിന് സംശയം തോന്നി. കാര്യം മുഹമ്മദിന്റെ സ്പെല്ലിംഗ് തെറ്റാണ് എഴുതിയിരിക്കുന്നത്. സ്പെല്ലിംഗ് തെറ്റായിട്ട് പല കാര്യങ്ങളും എഴുതി. എനിക്ക് ഇവർക്കൊന്നും അടിസ്ഥാന വിദ്യാഭ്യാസമില്ല. ഈ നല്ല സ്കൂളിൽ പോകേണ്ട കുഴപ്പമാണ്, അതിന്റെ പ്രശ്നമാണ്. നമുക്കും അറിയാം, നല്ല സ്കൂളിൽ പോകാത്ത, നല്ല വിദ്യാഭ്യാസം ലഭിക്കാത്ത, അക്ഷരത്തെറ്റോടുകൂടി ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതുന്നത് ആരാണെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. ആ എഴുതിയ ആളുകൾ ആരാണ് എന്ന് പിടിക്കപ്പെട്ടതും ആ പിടിക്കപ്പെട്ടവന്മാരൊക്കെ മുഹമ്മദീയന്മാരായിരുന്നു എന്ന സത്യവും മാധ്യമങ്ങൾ അറിഞ്ഞതാ. പിന്നെ 4 മുസ്ലിങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് രാഹുൽ കാക്ക എന്തൊക്കെയോ പറയും. അടിസ്ഥാനപരമായി അപ്പോ ഇവരെ അങ്ങനെ അറസ്റ്റ് ചെയ്യുക, അതായത് പോലീസ് കൂടുതൽ അന്വേഷണത്തിൽ CCTV ശാസ്ത്രീയമായ അന്വേഷണത്തിൽ. ഇത് ഈ ഉത്തർപ്രദേശിൽ നടന്ന ഒരു സംഭവം. ये प्रोडक्ट काफी काम का ഉത്തർപ്രദേശിൽ നടന്ന സംഭവമാണ്. ഈ പിടിക്കപ്പെട്ട ആളുകളൊക്കെയും മുസ്ലിങ്ങളായിരുന്നു. അവരൊക്കെ ഹാൻഡിക്യാപ്ഡ് ആയിട്ട് നടന്നു പോകുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടതാ. ഒരെണ്ണം 2 കാലിൽ തറയിൽ തൊട്ട് നടന്നിട്ടില്ല. UP-യിലായതുകൊണ്ട് എല്ലാരെയും ഒതുക്കി. അപ്പൊ ഇനി അവരെയൊക്കെ ഒന്ന് ഹിന്ദുക്കളായി മാറ്റണം. പക്ഷേ അറ്റമില്ലല്ലോ. ഉത്തർപ്രദേശിൽ നടന്ന ഒരു സംഭവം. 2 വ്യക്തികൾ തമ്മിൽ ചേർന്ന ഒരു വൈരാഗ്യം. ആ വൈരാഗ്യത്തിൽ ഇവർ അമ്പലത്തിൽ കൊണ്ട് എഴുതി വെച്ചതാണ് ഐ ലവ് മുഹമ്മദ് എന്ന പേര്. ഇത് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോടുണ്ടായ ഒരു പ്രശ്നമാണ് ഇതിന്റെ കാരണം. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ക്ഷേത്രത്തിന്റെ മുകളിൽ ചാണകം കൊണ്ടുവച്ചതും പള്ളിയുടെ മതിലിൽ കാളയുടെ തല വെട്ടിക്കൊണ്ടുവച്ചതുമൊക്കെ ആരായിരുന്നു? അമ്പലത്തിലെ കാണിക്കവഞ്ചി മോഷ്ടിച്ച് ക്ഷേത്രക്കുളത്തിനകത്ത് ചാടിയതും ഇതൊക്കെ ഈ കള്ളുകുടിയും മാതൃഭോഗികളും കൊള്ളക്കാരുമായിട്ടുള്ള ആളുകളാണ് ചെയ്തതെന്ന് തെളിവടക്കം പുറത്തു വന്നിട്ടുള്ള സംഗതിയാണ്. പക്ഷേ ഇവര് ഒരു കാരണവശാലും അംഗീകരിക്കില്ല. ഈ മത തീവ്രവാദികൾ ഈ രാജ്യത്ത് ചെയ്തു കൂട്ടുന്ന ഒരു വസ്തുതകളെ സംബന്ധിച്ചും ഇവിടെ ചർച്ചകളേ ഇല്ല. അതൊന്നും ഇവര് കാണുന്നില്ല. പിന്നെ രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ചിടത്തോളം ആളിപ്പോൾ പലസ്തീനില. ഗാസയിലെ ആളുകൾക്കു വേണ്ടി ഒന്ന് കരയണം. പലസ്തീനിലെ കുട്ടികളുടെ പേരുകൾ ഒന്ന് മനസ്സിലാക്കണം. എന്നിട്ട് അതൊന്ന് വേദിയിൽ വിളിച്ചു പറഞ്ഞ് 4 മുസ്ലിങ്ങളുടെ കയ്യടി ഒന്ന് നേടണം. അതിനു വേണ്ടിയുള്ള തിരക്കിലാണ് ഇവരൊക്കെ. കാരണം നാളെ
അഫ്ഗാനിലെ കുട്ടികൾ താലിബാനികൾ ഉപദ്രവിക്കുന്ന ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും തെരഞ്ഞു നടക്കുകയാണ്. അതുപോലെ ഗാസയില് നാളത്തെ തീവ്രവാദികളെ നോക്കിയല്ല നടക്കുന്നത്. അയ്യോ, ആ തീവ്രവാദികൾ നാളെ ഡോക്ടറും എഞ്ചിനീയറും കളക്ടറും ഒക്കെ ആകാനുള്ളവരല്ലേ എന്ന് നോക്കിയിട്ടാണ് നടക്കുന്നത്. അപ്പോ ഇവരുടെ ഈ ആശയങ്ങൾ എന്താണ്? ഈ രാജ്യത്ത് ഇവർ നടപ്പിലാക്കുന്ന മുസ്ലിം പ്രീണനത്തിന്റെ സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള വേർഷനാണ് ഇത് എന്ന് മനസ്സിലാക്കാൻ ഒരുപാടൊന്നും എങ്ങും പോകണ്ട. ഇതുപോലെ 4-5 ആളുകളെ മനസ്സിലാക്കിയാൽ മാത്രം മതി. രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി ആടിക്കളിക്കടാ കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ ആടാനും, ചാടിക്കളിക്കടാ കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ ചാടാനും യാതൊരു ഉളുപ്പും മടിയുമില്ലാത്ത ഒരു വ്യക്തിയാണെന്നും മുസ്ലിം തീവ്രവാദത്തെ താലോലിക്കലാണ് കക്ഷിയുടെ ജീവിതത്തിന്റെ സഫലീകരണമെന്നും ഏതാനും കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതാ. പക്ഷേ ഏതാണ്ട് എക്സ് മുസ്ലിങ്ങളും യുക്തിവാദികളും റാഷണലിസ്റ്റുകളും ഒക്കെ ആളെ അങ്ങോട്ട് തോൽപ്പിച്ചു. സിംഹവാലൻ കുരങ്ങനെ പോലെ ഏതാനും കുറച്ചാളുകൾ മാത്രമുണ്ടാകുന്ന യുക്തിവാദ സമ്മേളനങ്ങൾ എന്ന് പറഞ്ഞ അതേ രാഹുൽ ഈശ്വറിനെ അതേപോലെ തിങ്ങി നിറഞ്ഞ 10,000-കണക്കിന് ആളുകളുള്ള വേദിയിലേക്ക് കൊണ്ടുവന്ന് ഒരു മധുര പ്രതികാരവും കൂടി ചെയ്തവരാണ് നിരീശ്വരവാദികൾ. അങ്ങനെയൊക്കെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ആയുധമെടുത്ത് വാടാ, ചുണയുണ്ടെങ്കിൽ വാടാ എന്ന് വെല്ലുവിളിച്ചൊന്നും നമുക്ക് ശീലമില്ല. നമുക്ക് അതിനെ കുറിച്ചിട്ടൊന്നും വലിയ അറിയത്തുമില്ല. അപ്പൊ ഇവർക്ക് ഈ ഇന്ത്യ മഹാരാജ്യം കൈയടക്കുന്നതിനു വേണ്ടി കുറെ അധികം മാധ്യമ പ്രവർത്തകരെ ഇവര് കയ്യിലാക്കി വെച്ചിട്ടുണ്ട്. കുറെ മുഖ്യധാര മാധ്യമങ്ങളെ ഇവര് കയ്യിലെടുത്തിട്ടുണ്ട്. കാരണം ഇവരുടെ കയ്യിലുള്ളത് ചക്കച്ചോള പോലെയുള്ള നോട്ടുകളാണ്. തീവ്രവാദത്തിന് വേണ്ടി വരുന്ന ഫണ്ടുകൾ ഇവരുടെ കൈകളിലാണല്ലോ വരുന്നത്. ആ പണം ഇവർ ഉപയോഗിക്കുന്നത് ഈ രാജ്യത്ത് തീവ്രവാദം വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ സെക്യുലറിസ്റ്റുകൾ എന്ന് പറഞ്ഞു നടന്ന ആളുകളെയൊക്കെ ഇവര് പിടിച്ചെടുത്ത് ഇവരുടെ ആലയത്തിൽ കൊണ്ടുപോയി കെട്ടി. അതിൽ ഒരുപാട് ആളുകൾ ഉണ്ട് എന്ന് നമുക്കറിയാം. അതില് ഈ അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന കുറെ ആളുകൾ നോക്കണം. നമ്മുടെ രാജ്യത്ത് NIA പോലെയുള്ള സംവിധാനങ്ങൾ ഇല്ലാതിരുന്നെങ്കിൽ ഒരു അജിത് ഡോവലോ, ഒരു അമിത്ഷായോ, ഒരു യോഗിയോ, ഒരു നരേന്ദ്രമോദിയോ, ഒരു ജയശങ്കറോ ഒക്കെ ഇല്ലാതിരുന്നിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നരേന്ദ്രമോദി ഈ രാജ്യം ഭരിക്കുന്നത് കൊണ്ട് മാത്രമാണ് സോഫിയ ഖുറൈഷി എന്ന പെൺ സിംഹം പാകിസ്ഥാനിൽ കേറിവന്മാരുടെ ആസനം കത്തിച്ച് ചാമ്പലാക്കിയത്. അതിന് പ്രതികാരമായിട്ട് ഇവര് ലേഡീസ് കില്ലേഴ്സിനെ ഇറക്കി. അപ്പോൾ നരേന്ദ്രമോദി ചുമ്മാ ഇരിക്കില്ല, അതുക്ക് മേലെ കരുക്കൾ ഇറക്കി കളിക്കും, സംശയമില്ല. അപ്പൊ NIA പോലെയുള്ള സംവിധാനങ്ങൾ കൂടി ഇല്ലാതിരുന്നായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവര് ബംഗ്ലാദേശികളായിട്ടുള്ള ആളുകളെ അന്യ സംസ്ഥാന തൊഴിലാളികളാണെന്ന് പറഞ്ഞ് നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്ന് അവരുടെ വോട്ട് വാങ്ങി അധികാരത്തിൽ കയറി നമ്മുടെ രാജ്യത്തെ തകർക്കുന്ന രീതികൾ അവര് സ്വീകരിക്കുമ്പോൾ ഇത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. ഇത് തുറന്നു പറയും. ക്ഷേമ വകുപ്പുണ്ട്, വകുപ്പിൽ നിന്ന് കുറെ ആനുകൂല്യങ്ങളുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഈ ന്യൂനപക്ഷ സമൂഹങ്ങളായിട്ടുള്ള ക്രിസ്ത്യൻ, മുസ്ലിം, സിഖ്, ജൈന, ബുദ്ധ, പാഴ്സി വിഭാഗങ്ങളെ ഒരു പ്രത്യേക നിലയിൽ വേർതിരിച്ച് മുസ്ലിം സമൂഹത്തിൽ 80% ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ പദ്ധതികളും കാര്യങ്ങളെല്ലാം വിതരണം ചെയ്യാം, അങ്ങനെയുള്ള ഒരു അനുവാദ സ്വീകരണം വെക്കുകയും 20% ആനുകൂല്യങ്ങൾ മാത്രം അല്ലെങ്കിൽ അതിന്റെ ഒരു പങ്ക് മാത്രം ഈ ക്രിസ്ത്യൻ, സിഖ്, ജൈന, ബുദ്ധ, പാഴ്സി വിഭാഗങ്ങൾക്കായിട്ട് കൊടുക്കാം എന്ന രീതിയിലേക്ക് ഒരു സർക്കാർ സംവിധാനത്തിന്റെ തന്നെ ഒരു ഉറപ്പോടുകൂടെ ഇവിടെ എന്താ പറയുക സ്കോളർഷിപ്പുകളും മറ്റു പദ്ധതികളെല്ലാം വിതരണം ചെയ്യുന്നു. അത് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അതായത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എല്ലാം കൃത്യമായിട്ടും 80:20 ഒരു അനുവാദ സ്വീകരണം കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് നോട്ടിഫിക്കേഷനിൽ. അങ്ങനെ കാണിച്ചുകൊണ്ട് ബ്രാക്കറ്റിൽ മുസ്ലിം ഈസ്റ്റ് മറ്റു മതന്യൂനപക്ഷങ്ങളിൽ നിന്ന് പച്ച മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പം അത്തരത്തിലുള്ളൊരു വിവേചനം ഇവിടെ രാഷ്ട്രീയപരമായ മേഖലയിൽ നടന്നിട്ടും അതിനെ ചോദ്യം ചെയ്യാതെ 10 വർഷത്തോളം ഇവിടെയുള്ള രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാകട്ടെ, പൊതുമേഖലകളിൽ പ്രവർത്തിക്കുന്നവരാകട്ടെ, സാമൂഹിക പരിഷ്കാരികളായിട്ട് നടക്കുന്നവരാകട്ടെ, അല്ലെങ്കിൽ മറ്റ് മേഖലകളിലൊക്കെ ഉള്ളവരാകട്ടെ, ആരും തന്നെ അതിനെ ഒന്ന് എതിർക്കാനോ അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യുവാനോ പോലും തയ്യാറാകാത്ത അല്ലെങ്കിൽ തയ്യാറാകാൻ പേടിക്കുന്ന ഒരു സംഗതി എത്രമാത്രം കേരള രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള സംഘടിത സംവിധാനങ്ങൾ ഈ പ്രവർത്തനം ആരംഭിച്ചു അല്ലെങ്കിൽ പ്രവർത്തനം നിലയുറപ്പിച്ചു എന്നുള്ളതിന്റെ സൂചന തന്നെയാണ്. മാത്രമല്ല ഇതിലേക്ക് പോയപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ന്യൂനപക്ഷ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന
ചെയ്യുന്ന വ്യക്തികളുടെ ഒരു എന്താ പറയുക തികച്ചും വർഗീയപരമായിട്ടുള്ള അവരുടെ സമീപനങ്ങൾ, അല്ലെങ്കിൽ ന്യൂനപക്ഷ കമ്മീഷനെ പോലും വർഗീയവൽക്കരിച്ചുകൊണ്ട്, അതായത് ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സിവിൽ കോടതി അധികാരമുള്ള ഒരു ജുഡീഷ്യൽ സംവിധാനം പോലെ സംഗതിയാണ് ഇപ്പോൾ ന്യൂനപക്ഷ കമ്മീഷൻ. അതുപോലും വർഗീകരിക്കപ്പെട്ട് നീങ്ങുന്ന ഒരു സ്ഥിതിയിലൂടെയാണ് അന്നൊക്കെ നമ്മൾ കാണുകയുണ്ടായത്. ഇന്നും ആ സ്ഥിതിക്ക് പ്രത്യേകിച്ച് മാറ്റം ഉണ്ടോ എന്ന് സംശയമാണ്. മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം മറ്റേ ഫോർട്ട് കൊച്ചിയിൽ വെച്ച് സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പിന്റേതായിട്ടുള്ള ഒരു വലിയ സെമിനാറും, അതായത് നമ്മുടെ ഇപ്പൊ കേരള സർക്കാരിന്റെ പുതിയ മിഷൻ തലങ്ങളിലേക്ക് വരുന്ന പ്രക്രിയയുടെ ഭാഗമായിട്ട് ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ഒരു സെമിനാർ നടത്തിയിട്ടുണ്ട് വിപുലമായിട്ട്. ആ സെമിനാറിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. പങ്കെടുപ്പം കണ്ടൊരു കാഴ്ച ഇതാണ്: അവിടെ ക്രൈസ്തവ സമൂഹത്തെ പരിഗണിക്കുന്ന പോലും ഇല്ല അവർ. അതായത് അവരുടെ സമ്മേളന വേദിയിലെ ആൾക്കാരും എല്ലാവരും തന്നെ അങ്ങ് ഡയറക്ടർ തൊട്ട് താഴെ തരവരെയുള്ള ക്ഷേമ വകുപ്പിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം തന്നെ മുസ്ലിം സമൂഹത്തിൽ നിന്നും, എന്നാൽ അതേസമയം മറ്റു വികസന ധനകാര്യ കോർപ്പറേഷനിൽ മാത്രമേ ഉള്ളൂ ഒരു ക്രിസ്ത്യാനിയായിട്ട് നമ്മുടെ സ്റ്റീഫൻ സാറോടെ ഉള്ളൂ. ബാക്കി എല്ലാ തരങ്ങളും തന്നെ ഒരു മുസ്ലിം പ്രാന്ത്യവും അത് നിയന്ത്രിക്കുന്നത് തന്നെ നമ്മുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു സംസ്ഥാന നേതാവായിട്ടുള്ള വ്യക്തിയായിരുന്നു അന്നത്തെ ആ പ്രവർത്തനമൊക്കെ നിയന്ത്രിക്കുന്നതായിട്ട് നമ്മൾ കണ്ടത്. അപ്പം അത്തരത്തിലുള്ള ഒരു സംഘടിത സംവിധാനത്തിലൂടെ ഈ ഒരു ക്ഷേമ വകുപ്പിനെ ഇവർ കൊണ്ടുപോകുന്നതായിട്ടും, മാത്രമല്ല ആ ക്ഷേമ വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ പങ്കാളിത്തം വഹിച്ചതും ഈ മൗലവിമാർ അല്ലെങ്കിൽ മുസ്ലിയാർ അല്ലെങ്കിൽ അവരുടെ ഈ മദ്രസ അധ്യാപക ഗണത്തിലുള്ളവർ തന്നെയായിരുന്നു അവിടെ കൂടുതലും അതിന്റെ അധ്യക്ഷ സ്ഥാനങ്ങളും മറ്റ് വേദികളെല്ലാം തന്നെ അലങ്കരിച്ചു അതിനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അവിടെ മന്ത്രി അബ്ദുറഹ്മാൻ തന്നെ കൃത്യമായിട്ടും ക്രിസ്ത്യാനികളുടെ പല വിഷയങ്ങളെയും വളച്ചൊടിക്കുന്നതായിട്ട് കണ്ടു. അതായത് അദ്ദേഹം അവിടെ വന്ന് പലതവണ പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ JB കോശി കമ്മീഷൻ നടപ്പിലാക്കി, അതിന്റെ ശുപാർശകളെല്ലാം നടപ്പിലാക്കി. വിവിധ വകുപ്പുകളിലൂടെ ഏകദേശം 250ഓളം ശുപാർശകളാണ് ഉണ്ടായിരുന്നത്. അതിനകത്ത് ഏകദേശം ഒരു 163ഓളം ശുപാർശകളോ മറ്റോ നടപ്പിലാക്കി കഴിഞ്ഞു. ഇതുവരെയായിട്ട് നടപ്പിലാക്കി കഴിഞ്ഞു. ബാക്കിയുള്ളത് വകുപ്പുകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നവർ നടപ്പിലാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ പ്രസ്താവിക്കുകയുണ്ടായി. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ അവിടെ അവസാന റൗണ്ടിൽ നമുക്ക് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്: ഈ റിപ്പോർട്ട് എന്നാണ് പുറത്തുവിടുന്നത്? ഇതിനു മുമ്പ് ആ ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പേ അദ്ദേഹത്തെ കണ്ടപ്പോൾ ചോദിച്ചായിരുന്നു, ഈ റിപ്പോർട്ട് എന്തുകൊണ്ടാണ് പുറത്തുവിടാത്തത്, റിപ്പോർട്ട് എന്നാണ് പുറത്തുവിടുന്നത് പറഞ്ഞു. അങ്ങനെ ചോദിച്ചപ്പോൾ പുള്ളി മറുപടി പറഞ്ഞതാണ്, ഈ ശുപാർശകൾ നടപ്പിലാക്കിയെ പറ്റിയാണ് പുള്ളി പറയുന്നത്. അതായത് റിപ്പോർട്ട് എന്ന് പുറത്തുവിടുന്നു പുള്ളി പറയുന്നില്ല, റിപ്പോർട്ട് പുറത്തുവിടാനേ സാധ്യതയില്ല എന്ന് തന്നെയാണ് പുള്ളിയുടെ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലായത്. ഈ ശുപാർശകളെല്ലാം നടപ്പിലാക്കി എല്ലാത്തിന്റെ അവസാനം ഏതോ ഒരു നാളിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടും എന്നൊരു ആഹ്വാനമാണ് പുള്ളി തന്നത്. അപ്പം പുള്ളി ഈ ശുപാർശകൾ നടപ്പിലാക്കിയ ശുപാർശകൾ ഏതാണെന്ന് പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അറിയത്തില്ല. ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഏതൊക്കെയോ വകുപ്പുകൾ ഏകദേശം 160ഓളം കാര്യങ്ങൾ നടപ്പിലാക്കിയെന്ന് പറയുന്നത്. പക്ഷെ എന്താണ് നടപ്പിലാക്കിയെന്ന് ചോദിച്ചാൽ പുള്ളിക്ക് ഉത്തരവില്ല. അല്ലെങ്കിൽ അത് ക്രിസ്ത്യാനിക്ക് ഉപകാരപ്പെടുന്നതാണെന്ന് ഉള്ള ഒരു വിവരം പോലും പൊതുസമൂഹത്തിനോ ക്രിസ്ത്യാനികൾക്കിടയിലോ ഇല്ലതാനും. അപ്പൊ എന്താണ് ഒന്നാമത്തെ കാര്യം, നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ബോധവാന്മാരല്ല. അവര് പാരമ്പര്യമായിട്ട് പിൻപറ്റുന്ന രാഷ്ട്രീയം എന്താണ്, നമ്മുടെ പിതാക്കൾ എങ്ങനെയാണ്, മാതാപിതാക്കൾ, അവരുടെ മാതാപിതാക്കള് അങ്ങനെ തന്നെ. ഞാൻ കോൺഗ്രസ്സുകാരനാണ്, ഞാൻ കമ്മിയാണ്, ശരി, അങ്ങനെ തന്നെ പിൻപറ്റി പോകുന്നു. നമ്മുടെ നാട്ടില് ന്യൂനപക്ഷ സംവരണവും പിന്നോക്ക സംവരണവും എന്നോ എടുത്തു കളയേണ്ടുന്ന സാഹചര്യം അതിക്രമിച്ചിട്ടുണ്ട്. ഏതു മതവിഭാഗത്തിലാണെങ്കിലും ശരി, സാമ്പത്തിക സംവരണമാണ് വേണ്ടതെന്ന് നമ്മൾ പറയുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ തെരഞ്ഞു പിടിച്ച് അവർക്ക് ആനുകൂല്യങ്ങൾ നൽകണം. ജോലിയിലെ PSCക്ക് അവർക്ക് സംവരണം നൽകണം. അല്ലാതെ ഈ ജാതിപരമായി PSCയിലൊക്കെയുള്ള സംവരണങ്ങൾ എടുത്തു മാറ്റേണ്ടുന്ന സാഹചര്യം അതിക്രമിച്ചിട്ടുണ്ട്. PSC പരീക്ഷ നന്നായി പഠിച്ച് എഴുതി അങ്ങനെ അവർ ക്വാളിഫൈഡ് ആകട്ടെ, എന്നിട്ട് അവര് ജോലി നേടട്ടെ. ഈ പിന്നോക്ക സമുദായത്തിലെ ഉദ്യോഗാർത്ഥികളുടെ മക്കളെ ഫ്രീ ആയിട്ടുള്ള വിദ്യാഭ്യാസം, അങ്ങനെയുള്ള സഹായം, അങ്ങനെയുള്ള ജോലി കരസ്ഥമാക്കൽ, ഇതൊക്കെ എടുത്തു മാറ്റേണ്ടുന്ന സാഹചര്യം അതിക്രമിച്ചിട്ടുണ്ട്. പൊതു ഖജനാവിൽ നിന്ന് നികുതി പണം ഈ രൂപത്തിൽ എന്തിനാണ് ദുർവ്യയം ചെയ്യുന്നത്? അപ്പോ ഇന്ത്യയില് ജാതിയും മതവും നോക്കാതെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് സംവരണം കൊടുക്കുന്ന രൂപത്തിൽ ഒരു കേന്ദ്ര സർക്കാർ തീരുമാനമുണ്ടാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇവര് സംവരണം 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 എന്ന് പറഞ്ഞ് സാധാരണക്കാരന്റെ നികുതി പണത്തിൽ നിന്നും ആനുകൂല്യങ്ങൾ അടിച്ചു മാറ്റി സ്വന്തമാക്കി വെച്ചിട്ട് പിന്നീട് ഈ രാജ്യം തന്നെ അവർക്ക് വേണമെന്ന്, അവർക്ക് മാത്രമായിട്ടൊരു സംസ്ഥാനം തീരെഴുതി കൊടുക്കണമെന്ന്, അവർക്ക് മാത്രമായിട്ട് മുസ്ലിം ജില്ല രൂപീകരിച്ചു കൊടുക്കണമെന്ന്, ക്രിസ്ത്യൻ ഹിന്ദു മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ അവർക്ക് നമസ്കരിക്കണം, ഹിജാബ് ധരിക്കണം, ബാങ്ക് വിളിക്കണം എന്ന് തുടങ്ങി ആവശ്യങ്ങളുടെ നീണ്ട പട്ടികയുമായി യാതൊരു ഉളുപ്പുമില്ലാതെ അവര് പബ്ലിക്കിൽ ഇറങ്ങുന്നത്, അവരെ പിന്തുണയ്ക്കാൻ, അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും നൽകാൻ ഇവിടെ അവർക്ക് പിന്തുണ നൽകുന്ന തീവ്രവാദ സംഘടനകൾ ഉള്ളത് കൊണ്ടാണ്.
ഇനിയും ഉറങ്ങുന്നവരെ നമുക്ക് ഉണർത്താം, പക്ഷേ ഉറക്കം നടിക്കുന്ന മതേതരന്മാരെ ഉണർത്താൻ നമുക്ക് പറ്റില്ല. ഇന്ന് ഉറക്കം നടിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദു ക്രിസ്ത്യൻ സമൂഹം സമുദായം ഇനിയും എത്രയോ അവർ അനുഭവിക്കാൻ കിടക്കും. സംവരണത്തിന്റെ പേര് പറഞ്ഞ് ജാതി, മതം, മറ്റാനുകൂല്യങ്ങൾ, ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഭരണഘടനാ ലംഘനം നടത്തിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ഈ നികുതി പണം എടുത്തിട്ട് ഇവര് കാണിക്കുന്ന ഈ ദുർവ്യയത്തിനെതിരെ സുപ്രീം കോടതിയിൽ പോകേണ്ടുന്ന സംഘടനകൾ ഏതെങ്കിലും ഉണ്ടോ? ഇതുവരെ അവരതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ? ഈ തീവ്രവാദ സംഘടനകളെ വളർത്തിയെടുക്കുന്നതിൽ നമ്മുടെ രാജ്യം തകർത്ത് ഇവിടം ഒരു താലിബാനാക്കി മാറ്റുന്നതിനു വേണ്ടി നമ്മുടെ നികുതി പണം എടുത്ത് വിനിയോഗിക്കുന്ന ഒരു രീതിയെ നമ്മൾ എതിർക്കേണ്ടതില്ലേ? ഇല്ലേ? അതുകൊണ്ടാണ് പൊതുനിരത്തിൽ ആഹാ സ്വാഗതം സ്വാഗതം, ഞങ്ങൾ വലിയ ഒരു മതേതരനാണ് എന്ന് പറഞ്ഞിട്ട് സ്റ്റേജിന് പിന്നിൽ ആസനം ആസനം എന്ന് പറഞ്ഞു നടക്കുന്ന ഈ നേതൃനിരയെ നമ്മൾ മനസ്സിലാക്കണം. അത് ഏതു മതവിഭാഗത്തിൽപ്പെട്ടതാണെങ്കിലും ശരി. ചില മത നേതാക്കന്മാരുടെ മതസംഘടനകളുടെ പിടിപ്പ് കേടുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ തീവ്രവാദം ഇങ്ങനെ ആളിക്കത്തുന്നത്. ഇവിടെ ഇസ്ലാമിക തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന ഹിന്ദു ക്രിസ്ത്യൻ നേതാക്കന്മാരും സംഘടനകളുമൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെ ഒന്ന് തിരിച്ചറിയുക എന്നത്, അവരോടുള്ള യോജിപ്പും വിയോജിപ്പും രേഖപ്പെടുത്തുക എന്നത് നമ്മുടെ ദൗത്യമാണ്. നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുഖ്യമായത് അധികാരമാണ് എന്ന് കരുതുന്ന പണവും ആഡംബരവും മതതീവ്രവാദത്തെ പിന്തുണയ്ക്കലുമാണ് എന്ന് കരുതുന്ന ആളുകളെ കൈവിടാൻ നമ്മൾ തയ്യാറാകണം. ഒറ്റക്കെട്ടായി നമ്മൾ ഈ വിഷയത്തിൽ നിൽക്കേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി. ഇവിടത്തെ ക്രിസ്ത്യാനികൾക്ക് ഈ രാജ്യത്ത് ബഹുസ്വരത നിലനിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഇവിടത്തെ ഹിന്ദുക്കൾക്ക് നാനാത്വത്തിൽ ഏകത്വം ഇവിടെ നിലനിൽക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ, മാറി മാറി വന്ന വലതനും ഇടതനും ഭരിച്ചും മുട്ടിച്ച നമ്മുടെ ഈ നാടിന്റെ ദുർഗതിയെ സംബന്ധിച്ച് നമ്മളൊക്കെ ബോധവാന്മാരായിട്ടില്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചാവാനേ പറ്റൂ. അതായത് ഇന്ന് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഈ മത നേതാക്കന്മാർക്കുമൊക്കെ അവർക്ക് രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ സീറ്റുകൾ ഉറപ്പിക്കണമെങ്കിൽ ഇന്ന് ഈ മത തീവ്രവാദികളെ പ്രീണിപ്പിക്കണം. അവര് ന്യൂനപക്ഷമായിരുന്നാലും ശരി, ഭൂരിപക്ഷമായിരുന്നാലും ശരി. മേത്തനെ നമ്പിനവനൂമ്പിന എന്നൊരു ചൊല്ലുണ്ട്, അതൊന്ന് ഓർത്തു വെച്ചാ മതി. ഇവരെ നിങ്ങൾ നല്ലതുപോലെ വളർത്തി കൊണ്ടുവന്നിട്ട് ഒടുവിൽ അവര് നിങ്ങളുടെ കുതികാലു വെട്ടുന്ന ഒരു രീതി ഉണ്ടാവും. കോടതി വിധി വന്നിരുന്നല്ലോ, ജനസംഖ്യ ആനുപാതികമായിട്ട് സംവരണം വേണമെന്നൊക്കെ. എവിടെ എത്തിയതൊക്കെ. അതുകൊണ്ട് ഇതൊക്കെ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള മത തീവ്രവാദികളുടെ ചില തന്ത്രങ്ങളെ നമ്മളൊന്ന് തിരിച്ചറിയണം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ എത്രയോ ഡെവലപ്പ് ആയിരിക്കും. ഈ രാജ്യം ഒരു പക്ഷേ യോഗി ആദിത്യനാഥ് ഒക്കെ ഒരു 3-4 വർഷം ഭരിച്ചാൽ 2 വർഷം കൊണ്ട് തന്നെ എൻകൗണ്ടറുകളിൽ ഈ ഭീകരന്മാരുടെ തല കൊയ്തെടുക്കും. ഈ തീവ്രവാദികളെ കൊണ്ട് ഇന്ത്യയിലെ വിവിധ ജയിലുകൾ നിറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ജാഗ്രത നല്ലതാണ്, പക്ഷേ എവിടെ ചെന്നാലും എവിടെ പ്രവർത്തിച്ചാലും നമ്മൾ എന്താണ് എന്ന് നമ്മുടെ മനസാക്ഷിയുടെ കോടതിയിലെങ്കിലും നമ്മളൊന്ന് സാക്ഷി പറയാൻ കഴിയണം. ഇത് ആരെയാണ് പിന്തുണയ്ക്കുന്നത് എന്ന് നമ്മൾ അറിയണം. എന്തിനാണ് ഇതിന്റെ കോൺസിക്വൻസസ് എന്താണ് എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നത്. എന്തായിരുന്നാലും അദ്ദേഹം പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യട്ടെ. അർത്ഥമാകുന്നത് ഇതിനകത്ത് പേടിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ 2019 ആദ്യമായിട്ട് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് ക്രിസ്ത്യാനികളുടെ പിന്നാക്കാവസ്ഥയെ പറ്റി പഠിച്ചത് കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനാണ്. ആ കമ്മീഷൻ അന്ന് പഠനം നടത്താൻ കാരണം എന്റെയൊക്കെ അപേക്ഷമേലാണ്. ഞാൻ അപേക്ഷിച്ച് അതിന് പുറകെ നടന്ന് അവരെ കൊണ്ട് അതിനൊരു പഠനം നടത്തിച്ചു. പക്ഷെ അങ്ങനെ കേരളം ഒട്ടാകെ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ പഠനം നടത്തിയതിൽ ആ റിപ്പോർട്ട് അവർ ഇതുവരെയും സർക്കാരിന് കൊടുക്കാനോ അത് പുറത്തുവിടാനോ അവർ തയ്യാറായിട്ടില്ല. ഓർക്കണം, ക്രിസ്ത്യാനികളുടെ പിന്നാക്കാവസ്ഥയെ പറ്റി ഒരു സർക്കാർ കമ്മീഷൻ പഠിച്ചിട്ട് അത് പുറത്തുവിടാനോ സർക്കാരിലേക്ക് കൊടുക്കാനോ ഈ ഒരു ജുഡീഷ്യൽ അധികാരമുള്ള സംവിധാനമുള്ള ഈ കമ്മീഷൻ തയ്യാറായിട്ടില്ലെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതേസമയം പാലോളി കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ ഉടനെ അത് നടപ്പിലാക്കുകയും മുൻകാല പ്രാബല്യത്തോടെ പദ്ധതികൾ നടപ്പിലാക്കുകയും അതിന് പേരും പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത പദ്ധതികളും വരും കാലങ്ങളിൽ നടപ്പിലാക്കി ഇപ്പോഴും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്.
എന്നാൽ ഇതേ സമയം ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയുള്ള കാര്യത്തിലെല്ലാം തന്നെ ഒരു പുകമറ സൃഷ്ടിക്കുന്നു. മാത്രമല്ല കൃത്യമായ ഒരു തക്കിയ ഈ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ഫോർട്ട് കൊച്ചിയിലെ ന്യൂനപക്ഷ വകുപ്പിന്റെ പരിപാടിയിൽ കണ്ടതാണ്. അതായത് അവിടെ താഴെ ഇരുന്ന ഒരു അച്ഛനെയും രണ്ട് സിസ്റ്റേഴ്സിനെയും പെട്ടെന്ന് പരിപാടി തുടങ്ങിയ സമയത്ത് ഇവര് മേലോട്ട് വിളിച്ച് ഫ്രണ്ടിൽ കൊണ്ട് കസേര ഇട്ട് അവരെ അവിടെ ഇരുത്തുകയാണ്. ഇരുത്തിയതിനു ശേഷം മന്ത്രി സംസാരിക്കാൻ പോയ ഉടനെ തന്നെ അവർ ഒരു സിസ്റ്ററെ പിടിച്ച് മന്ത്രിയുടെ കസേരയെ കൊണ്ട് ഇരുത്തുകയാണ്. അങ്ങനെ ഇരുത്തുകയും അതിനുശേഷം വരുന്ന ഒരു ഫോട്ടോ സെക്ഷനിൽ പിള്ളേർക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്ന ഒരു ഫോട്ടോ സെക്ഷനിൽ ആ സിസ്റ്ററെ വിളിച്ച് നടുക്ക് നിർത്തുകയും അങ്ങനെ ആ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് സിസ്റ്ററെ കൊണ്ടുവരികയും ചെയ്യുകയാണ്. എന്നിട്ട് ഇവരെ കൊണ്ട് സർക്കാരിനെ പറ്റിയും മന്ത്രിയെ പറ്റിയൊക്കെ നല്ല വാക്ക് പറയിപ്പിക്കുകയും ഇത് കൂടാതെ തന്നെ അവസാനം നമ്മുടെ സർക്കാരിന്റെ തന്നെ PR വകുപ്പിൽ നിന്ന് പ്രത്യേക വീഡിയോകൾ സിസ്റ്റേഴ്സിന്റെ എടുത്ത് സർക്കാരിന്റെ നേട്ടങ്ങളും നന്മകളും എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേക വീഡിയോകൾ എടുത്ത് അവര് സിസ്റ്റേഴ്സിൽ നിന്ന് എടുക്കുകയും ചെയ്യുകയാണ്. അപ്പൊ ഇങ്ങനെ എടുത്ത സമയത്ത് ഞാൻ സിസ്റ്ററോട് ചോദിച്ചു, സിസ്റ്ററെ അവസാനം താഴെ ഇങ്ങനെ സിസ്റ്റർ ഇരുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, സിസ്റ്ററെ ഈ നമ്മുടെ മറ്റേ പഴയ ഇപ്പൊ നടക്കുന്ന വിഷയങ്ങളെ പറ്റിയും പഴയ വിഷയങ്ങളെ പറ്റിയും ഒക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ഈ മന്ത്രിയോട് സംസാരിച്ചായിരുന്നോ? അതായത് നമ്മുടെ മാർത്തോമ ഭവന്റെ വിഷയങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ ഇപ്പം വന്ന ഹിജാബ് വിഷയമുണ്ട്, അതിനെപ്പറ്റി എന്തെങ്കിലും മന്ത്രിയോട് സംസാരിച്ചോ എന്ന് ചോദിച്ചപ്പം സിസ്റ്റർ പറഞ്ഞത് അതൊക്കെ സോൾവ് ആയില്ലേ എന്ന് ചോദിച്ചപ്പം ഞാൻ അപ്പം തന്നെ ശിവൻകുട്ടിയുടെ അന്നത്തെ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ സിസ്റ്ററിനെതിരെ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഇത്തരത്തിലുള്ള വേദികളിലോ അല്ലെങ്കിൽ പൊതുവേദികളിലോ ഒന്നും തന്നെ ഒരു കൃത്യമായ പരാതികൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ നേരിട്ട് ഉദ്യോഗസ്ഥരെ അറിയിക്കാനായിട്ടോ അല്ലെങ്കിൽ മന്ത്രിമാരെ അറിയിക്കാനായിട്ടോ നമ്മൾ മുതിരുന്നില്ല, അല്ലെങ്കിൽ ഒരു ഭയപ്പെട്ട് നമ്മൾ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത് തന്നെയാണ് കൃത്യമായി ഇവരെല്ലാം മുതലെടുക്കുകയും ചെയ്യുന്നത്. നമ്മൾ അവരുടെ മുമ്പിൽ താണു വണങ്ങിയിരിക്കും, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നല്ല വാക്ക് പറയാനായിട്ട് നമ്മൾ ഇരിക്കും, ഇച്ചിരി സുഖിപ്പിച്ചാൽ മതി ഇവരെല്ലാം കൂടെ പോരും എന്ന രീതിയിലുള്ള ഒരു പരിഗണനയിലൂടെയാണ് ഈ സർക്കാർ സംവിധാനവും രാഷ്ട്രീയക്കാരും ഒക്കെ നമ്മളെ എപ്പോഴും കാണുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവർ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ആഗോള തലത്തിലും എല്ലാ കാലങ്ങളിലും ഈ കാലഘട്ടത്തിൽ തന്നെയല്ല, പണ്ട് തൊട്ടേ ഇത് തന്നെയാണ് വർദ്ധിച്ചു വരുന്നത്. അത് നമുക്കറിയാം. അതായത് ഇപ്പം ഈ ഇസ്രായേലിന്റെ വിഷയമാണെങ്കിലും അവരുടെ പൂർണ്ണമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഗാസയിലെ കുട്ടികളോ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളുടെ വേദനയോ പട്ടിണിയോ ഒന്നും തന്നെയല്ല. അതിലൂടെ എങ്ങനെ ജൂതന്മാരെ ഇല്ലാതാക്കാം, അവർക്കെതിരെ പ്രതിഷേധങ്ങൾ കൊണ്ടുവരാം എന്നതിനെ പറ്റി മാത്രമാണ് ഇവരുടെ ഏറ്റവും പ്രാഥമികമായ ആഗ്രഹവും അവരുടെ പ്രവർത്തനവും. അതിനൊരു മറ പിടിക്കാനായിട്ട് കാരണങ്ങൾ കണ്ടെത്താനും പൊതുസമൂഹത്തിനെ കൂടെ നിർത്താനായിട്ടാണ് ഈ പട്ടിണി പരിവേഷവും അമ്മമാരെയും കുഞ്ഞുങ്ങളെയും എല്ലാം മുൻനിർത്തിക്കൊണ്ടുള്ള ഓരോരോ പ്രവർത്തനങ്ങളും. അത് കഴിഞ്ഞ ദിവസം തന്നെ ആകട്ടെ നമ്മുടെ കോഴിക്കോട് അല്ലെങ്കിൽ നമ്മുടെ തൃശ്ശൂർ ഇങ്ങനെയുള്ള പല വിഷയങ്ങളിലും ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ഒരു എന്താ പറഞ്ഞ ഒരു ഫ്രഷ് കട്ട് എന്ന് പറഞ്ഞൊരു സംവിധാനത്തിന്റെ ഒരു ആക്രമണത്തില് ആ പോലീസുകാർ പറഞ്ഞു അവര് കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് സംഘടിതമായിട്ടാണ് ഒരു പ്രവർത്തന സംവിധാനം ഒരുക്കുന്നുള്ളത്. നമ്മളിവിടെ പേടിക്കേണ്ട മറ്റൊരു വസ്തുത ഇതാണ്, ഇവിടെ എല്ലാം തന്നെ ഒരു മതപരമായ രീതിയിലേക്ക് ഒരു കലർത്തല് അറിഞ്ഞും അറിയാതെയും ഒക്കെ ഇവിടെ നടപ്പിലാക്കിയാണ് എന്നൊരു തോന്നലിലേക്ക് ഇവരെ പതുക്കെ നമ്മളെ കൊണ്ടുവരികയും എന്നെങ്കിലും ഒരു ദിവസം ഇത് അള്ളാഹുവിനെതിരെ എന്ന രീതിയിലേക്ക് ഒരു കൺസെപ്റ്റിലേക്ക് ഇവരൊരു വിഷയത്തെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഏത് കാര്യത്തെയും ഇവർ ആ രൂപത്തിലാണ് കൊണ്ടുപോകുന്നത്. ഇപ്പൊ സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഇവര് രാവിലെ പോപ്പുലർ ഫ്രണ്ട് ഭീകരെല്ലാം കൂടി സ്കൂൾ വളയുന്നു. SDPIയുടെ നേതാവാണ് മുമ്പിൽ നിൽക്കുന്നത്. അപ്പൊ ഇവരെല്ലാം കൂടി വീഡിയോയും ക്യാമറയും ഫോണിലെ ലൈവും ഒക്കെ ആയിട്ടാണ് ഈ സ്കൂളിലേക്ക് വരുന്നത്. രാവിലെ കിൻഡർ ഗാർഡനിലെ കുട്ടികൾ വരുന്ന സമയമാണ്, പേരൻസ് വരുന്ന സമയമാണ്. ആ സമയത്ത് സ്വാഭാവികമായും ഇവരെല്ലാം കൂടി ഒരു കൂട്ടം കൂടി നിൽക്കുന്നു. കുട്ടികൾ പേടിക്കും. ആ പ്രിൻസിപ്പൾ പറഞ്ഞത് കുട്ടികൾ പേടിച്ച് പെട്ടെന്ന് നിങ്ങൾ ഷട്ടറൊക്കെ ഇട്ടിട്ട് കുട്ടികളെ സേഫ് ആക്കി. അതിനിവരെന്താ പറഞ്ഞത്? അതിനകത്ത് മതം ചേർക്കണം, എന്നാലേ ഇവർക്ക് രക്ഷയുള്ളൂ. തട്ടം കാണുമ്പോൾ പേടിയാണെന്നു മറ്റൊരു തട്ടമിട്ട കന്യാസ്ത്രീ പറഞ്ഞു എന്നല്ലേ ഇവര് പറഞ്ഞത്. കല്ലുവച്ച പച്ച നുണ ആരുടെ മുഖത്ത് നോക്കിയും പറയാനും വാർത്തകളെ വളയ്ക്കാനും ഒടിക്കാനും തിരിക്കാനും യാതൊരു മടിയുമില്ലാത്ത ഒരു വിഭാഗമുണ്ടെങ്കിൽ ഇവര് മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ ഇപ്പോ മുസ്ലിം ജനസംഖ്യ 45.5% വർദ്ധിച്ചു എന്നാണ് പ്യൂ റിസർച്ചിന്റെ കണക്ക് പുറത്തു വന്നത്. അതുപോലെ ഹിന്ദു ജനസംഖ്യ 5% പുറകോട്ട് പോയി, കുറഞ്ഞു. അവർക്ക് പ്രത്യുൽപാദനമില്ല. അമ്മമാര് പറഞ്ഞു കേട്ടില്ലേ, ആ ക്രിസ്ത്യാനിയോട് പറഞ്ഞു കേട്ടില്ലേ, നിന്റെ ഒക്കെ പ്രത്യുൽപാദനം ഇവിടെ പാടില്ല, നിന്റെ ഒക്കെ വർഗങ്ങളെ തെരഞ്ഞു പിടിച്ച് കഴുത്തറുക്കുമെന്നാ പറഞ്ഞത് കാക്ക. ഇവർക്ക് അതൊക്കെ ചെയ്ത് നല്ല ശീലമാണ്. അവർക്ക് തഴക്കവും പഴക്കവും വന്നു കഴിഞ്ഞു അതൊക്കെ ചെയ്തിട്ട്. കാരണം ചോര കണ്ടറപ്പ് തീർന്നവരാണിവര്. ഇവർക്ക് അയ്യോ ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ കിട്ടണം, മുസ്ലിം വേട്ട നടക്കുന്നു. എവിടെ രാഹുൽ ഈശ്വർമാരും അതുപോലെ ദേവദാസിമാരും ഒക്കെ എവിടെ പോയി? ഇവരുടെ ലക്ഷ്യം എന്താ? നമ്മുടെ രാജ്യത്തെ തകർക്കുക. അപ്പോ ഈ രാഹുൽ ഈശ്വറും അതുപോലെ കുറെ
പിന്നെ ആക്ടിവിസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അയ്യോ ബർത്ത്ഡേക്ക് താഴെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുന്നില്ല ചോറും കേക്കും ഒന്നും, അവർക്ക് ആഘോഷിക്കാൻ പറ്റുന്നില്ല. എന്താ കാരണം? ഗാസയിലെ കുഞ്ഞുങ്ങള്, എന്താ അവർക്ക് സുഡാനിലേക്ക് നോക്കാൻ പറ്റാത്തത്? അവര് കറുത്ത കുഞ്ഞുങ്ങളാണല്ലേ. തൊലി കറുത്തവരുടെ ചോരയ്ക്കും ചുവപ്പ് നിറമാണ്. തൊലി കറുത്തവരുടെ ചോരയുടെ നിറവും അവരുടെ വേദനകളും മനസ്സിലാക്കാൻ സാധിക്കാതെ ഹമാസിന് വേണ്ടി കരയാൻ, ഗാസയ്ക്ക് വേണ്ടി കരയാൻ ഇവർക്ക് സാധിക്കുന്നു. പക്ഷേ മറ്റാരെയും ഇവർക്ക് നോക്കാനും പറ്റുന്നില്ല, കാണാനും പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇവര് കുറച്ചുകൂടി വന്നു കഴിഞ്ഞാൽ ഈ രാജ്യം ഇവരേത് രൂപത്തിലാണ് കൊണ്ടുപോകുന്നത് എന്നറിയണം. ഈ ഇന്ത്യയിലെ മുസ്ലിം പോപ്പുലേഷൻ 45.5% വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ ഇനിയും ഇത് ഇറാനാകാനും താലിബാനാകാനും ഒന്നും വലിയ താമസമില്ല എന്നായി പറഞ്ഞു വരുന്നത്. ഹിന്ദു ജനസംഖ്യ കുറഞ്ഞു പോകുന്നു. അതായത് അവർക്ക് സർക്കാർ പദ്ധതികളിൽ നിന്ന് 100% ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ സ്വീകരിക്കാൻ അവകാശമില്ല. അവരിപ്പോൾ ഇതൊക്കെ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഭൂരിപക്ഷമായില്ലേ. 45.5% മുസ്ലിങ്ങൾ ഇന്ന് ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് വേണ്ടി ഇവര് കാണിക്കുന്ന യുദ്ധകാഹളങ്ങൾ കാണുന്നില്ലേ. അലിയാർ കാസിമി കഴിഞ്ഞ ദിവസം പബ്ലിക്കിൽ വന്ന് പറഞ്ഞത്, മക്കളെ നമ്മളിപ്പോൾ ഭൂരിപക്ഷമായിട്ടുണ്ട്, നമ്മൾ ന്യൂനപക്ഷമല്ല. അത് തന്നെയാണ് നിർമ്മല കോളേജിലെ കുട്ടികൾ പറഞ്ഞത്. ഞങ്ങൾ മെജോറിറ്റി ആയില്ലേ, എന്താ ഞങ്ങൾക്ക് നമസ്കരിക്കാൻ സ്ഥലം തന്നാൽ കോളേജിൽ എന്നാ ചോദിച്ചത്. നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലെ മാധ്യമ ബ്രോക്കർമാർ, അങ്ങനെ തന്നെ ഇവരെ പറയാൻ പറ്റുള്ളൂ, മാബ്രകൾ, ഈ മാധ്യമ ബ്രോക്കർമാർ മതതീവ്രവാദികളുടെ കയ്യിൽ നിന്ന് രാജ്യവിരുദ്ധതയ്ക്കു വേണ്ടി കോടികൾ കൈപ്പറ്റിയിട്ട് അവര് നിൽക്കുന്ന കാൽപാദത്തിനടിയിലെ മണ്ണാണു മാന്തുന്നത് എന്ന് അവർ തിരിച്ചറിയുന്നില്ല. ഇതൊന്നും മാധ്യമങ്ങളിൽ നമുക്ക് കാണാൻ പറ്റില്ല, ഇത്തരം വാർത്തകളൊന്നും. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി അമിത്ഷാ വളരെ ഗൗരവമായി തന്നെ ഈ വിഷയത്തെ അഡ്രസ് ചെയ്തു. എന്നിട്ടും കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വാർത്ത കണ്ടതായിട്ട് പോലും ഭാവിച്ചില്ല. ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് ശരിയായ കരങ്ങളിലല്ല. ഇവർക്ക് എന്തിനാ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത്? അപ്പൊ ഇനിയും ഇതിന് ഇവർക്ക് പണി കിട്ടും കേട്ടോ, പണി കിട്ടും. ഈ ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ എടുത്തു മാറ്റും, നോക്കിക്കോ. ഇവർ തന്നെ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ ഭൂരിപക്ഷമായി. ഇനി ഇവർക്ക് ഈ ന്യൂനപക്ഷങ്ങളുടെ ആനുകൂല്യങ്ങളുടെ വെളിച്ചത്തില് വല്ലാതെ ഇവർക്ക് ഇവിടെ കിടന്ന് പൊളയ്ക്കാൻ പറ്റില്ല. കാരണം ഈ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദി ആയതുകൊണ്ട്. അതുകൊണ്ട് അമിത്ഷാ ഇവരുടെ ആനുകൂല്യങ്ങളെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കി നമ്മുടെ ഖജനാവ് കാലിയാക്കുന്നത് ഇവരാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടാ പറഞ്ഞത്. ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്കല്ല, അർഹതപ്പെട്ടവർക്കല്ല, അവകാശപ്പെട്ടവർക്കല്ല. ഇത് ലഭിക്കുന്നത് അനർഹരായിട്ടുള്ള കരങ്ങളിലാണ്. എന്തുകൊണ്ടാ ഇങ്ങനെ പറയേണ്ടി വരുന്നത്? ഇവിടെ റോഹിംഗ്യൻ ബംഗ്ലാദേശ് മുസ്ലിങ്ങളെ ധാരാളമായിട്ട് നമ്മൾ കാണുന്നില്ലേ. ബംഗ്ലാദേശികളെ, പാകിസ്ഥാനികളെ, അഫ്ഗാനികളെ അവർക്ക് പെർ ഹെഡിന് 25,000 രൂപ കൊടുത്താൽ ഏത് വ്യാജ ഐഡികളും ഉണ്ടാക്കി കൊടുക്കും. പാസ്പോർട്ട് വേണോ, റേഷൻ കാർഡ് വേണോ, ആധാർ വേണോ, വോട്ടർ ഐഡി വേണോ, എല്ലാ സർട്ടിഫിക്കറ്റുകളും ഇവർക്ക് കിട്ടും. അങ്ങനെ ഇന്ത്യയിൽ ബംഗ്ലാദേശികളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ ഇത് കാണുന്നില്ല. എവിടെയെങ്കിലും ഒരു അശ്വാകാലം, ഒരു 5 വയസ്സുള്ള ചാന്ദിനി എന്ന കുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊല്ലുമ്പോൾ അന്നൊരു ദിവസം മാത്രം ആ വാർത്ത വായിക്കും. സ്വന്തം രാജ്യത്ത് ഇത്തരം ക്രൂരമായിട്ടുള്ള കൃത്യങ്ങൾ ചെയ്തിട്ട് ഇവര് പലായനം ചെയ്ത് രക്ഷപ്പെട്ട് ഈ സ്വതന്ത്ര ഭാരതത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് തണലൊരുക്കാൻ പണം മതി. ഇവർക്ക് ഇഷ്ടം പോലെ ആനുകൂല്യങ്ങൾ, വ്യാജരേഖകൾ, സംരക്ഷണങ്ങൾ. കാരണം വോട്ട് ചെയ്ത് കൊടുത്താൽ മതി, എല്ലാം ഇവിടെ കിട്ടും. അതുകൊണ്ട് സാക്കിർ നായിക് പറഞ്ഞതുപോലെ, മക്കളെ, കേരളം എന്നൊരു സംസ്ഥാനമുണ്ട്, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ. അവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം നമ്മുടെ തീവ്രവാദത്തിന് വളക്കൂറുള്ള മണ്ണാണെന്നാണ് പറഞ്ഞത്. ഇവിടെ ഈ മാധ്യമങ്ങളൊന്നും
ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന് പറഞ്ഞു വരുന്ന ബംഗ്ലാദേശി തീവ്രവാദികളുടെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തില്ല. വളരെ അടിയന്തിരമായി തന്നെ NRCയും CAAയും NPRും ഒക്കെ നടപ്പിലാക്കേണ്ടുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഇപ്പോഴുണ്ട്. കാരണം മതത്തിന്റെ പേരിൽ മതരാജ്യങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം നൽകാൻ ഈ രാജ്യം ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് അത് നൽകേണ്ടതുണ്ട്. നമ്മൾ പറയുന്നു ഏക സിവിൽ കോഡ് മാത്രമേ ഇതിനൊരു പരിഹാരമായിട്ടുള്ളൂ ഇവരെ തളയ്ക്കണമെങ്കിൽ. ഇപ്പൊ അടുപ്പുകുട്ടി ആരാ ഇതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നത്? ഏത് ആക്ടിവിസ്റ്റുകളാണ് മൈക്കിൽ വന്ന് ഇതിനെ സംബന്ധിച്ച് പ്രസംഗിക്കുന്നത്? ആരെഴുതും? ആര് കവിതകൾ രചിക്കും? ഇവിടെ പണമുള്ളവന് എന്തും വില കൊടുത്തു വാങ്ങാം. രാഷ്ട്രീയക്കാരന് ഏത് നിയമങ്ങളും ലംഘിക്കാം. 1/3 മഹാഭൂരിപക്ഷമായിട്ടെങ്ങാനും ഇവര് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. കമ്മികളും കൊങ്ങികളും മാറി മാറി താലോലിച്ചു കൊണ്ടിരിക്കുന്ന ഈ മത തീവ്രവാദികളെ അപ്പോ നിങ്ങൾക്ക് തിരിച്ചറിയാം ഇവരുടെ തനിനിറം. നമ്മളൊക്കെ പറഞ്ഞതിൽ കാര്യമുണ്ടോ ഇല്ലേ എന്ന് അന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാം. ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് മക്കളെയും കുട്ടിയെയും പെട്ടിയെയും പെറുക്കി ചാടാനല്ലാതെ എവിടെ പോകും? സെൻകുമാർ സർ ചോദിച്ചതുപോലെ നമ്മൾ എങ്ങോട്ട് പോകും? നമ്മളെ ആര് രക്ഷിക്കും? അത് തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ നമ്മൾ ഇന്ന് അകപ്പെട്ടിരിക്കുന്ന എത്ര വലിയ ഭീഷണിയിലാണ് എന്ന് തിരിച്ചറിയണം. ഇന്ന് ഈ മാധ്യമങ്ങളോടൊപ്പം നിന്ന്, മതതീവ്രവാദികളോടൊപ്പം നിന്ന്, നമ്മുടെ സെക്യുലറിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന വലതനും ഇടതനും നമ്മുടെ നാടിനെ പറ്റിച്ചുകൊണ്ടിരിക്കുക. അത് സത്യം എന്താണ് എന്ന് മറച്ചു വെച്ചവർ നമ്മുടെ രാജ്യത്തെ തീവ്രവാദവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ ജനവിഭാഗം ഇന്ന് ഇവരാണ്. ഏറ്റവും കൂടുതൽ സമ്പന്നർ ഇവരാണ്. വ്യവസായികൾ ഇവരാണ്. എല്ലാ മേഖലകളിലും നുഴഞ്ഞു കയറി തങ്ങളുടേതായിട്ടുള്ള തീവ്രവാദം പ്രചരിപ്പിക്കാൻ ഇവർ സന്നദ്ധരാണ്. ഇവിടെ മൊത്തം ജനസംഖ്യയുടെ 1/3 മഹാഭൂരിപക്ഷം ഇവരാണ്. ഇവർ ഒരുമിച്ച് നിന്നിട്ട് ഈ സത്യത്തെ മറയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഇതല്ല യാഥാർത്ഥ്യം. എന്ന ഭാരതത്തിന്റെ 1/3 വരുന്ന മഹാഭൂരിപക്ഷം സമുദായം ഇവരാണെന്ന് ഇവർക്കറിയാം, മറ്റുള്ളവർക്കും അറിയാം. പക്ഷെ മൊത്തം ജനസംഖ്യയുടെ 21% താഴെ മാത്രമുള്ള ആളുകൾക്ക് അവകാശപ്പെട്ട ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ, പദവികൾ എങ്ങനെ ഇവർ കൊടുക്കും? അതുപയോഗിച്ച് 1/3 ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ ഇപ്പോഴും അനർഹമായി പബ്ലിക്കിന്റെ പണം കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നു. ആനുകൂല്യങ്ങൾ തട്ടിയെടുത്ത് വീർക്കുന്നു. ഒരു സ്കൂള്, ഒരു കോളേജ്, ഒരു ഹോസ്പിറ്റൽ എണ്ണമെടുത്താൽ മതി. മൊത്തത്തിന്റെയും എണ്ണമെടുത്താൽ ന്യൂനപക്ഷ പദവി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന സ്ഥാപനങ്ങൾ, ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന്റെ എണ്ണം നിങ്ങൾക്ക് കിട്ടും. ഇവരിതൊക്കെ ദുരുപയോഗം ചെയ്ത് അർഹതപ്പെട്ടവർക്ക് അത് ലഭിക്കാതെ ഇവർ തടയുവാണ്. സ്റ്റൈഫൻഡ് പോലെ ആനുകൂല്യങ്ങൾ ഇവർ വാങ്ങിച്ചു കൊണ്ടിരിക്കുന്നു. സാമ്പത്തികമായി ഇവരെക്കാളും ഏറെ താഴെ നിൽക്കുന്ന ഇവരിൽപ്പെട്ട ആളുകൾക്ക് പോലും ആനുകൂല്യങ്ങൾ ലഭിക്കത്തില്ല. പകല് പോലെ സത്യമാണിത്. സകലമാന ആനുകൂല്യങ്ങളും ഇന്ന് നേടിക്കൊണ്ടിരിക്കുന്നത് ഇവരിലെ 1/3 മഹാഭൂരിപക്ഷം വരുന്ന സമുദായക്കാരിലെ ഉന്നത സാമ്പത്തിക സോഴ്സുകൾ ഉള്ളവർക്കാണ് കിട്ടുന്നത്. ഇത് വെളിച്ചത്ത് കൊണ്ടുവരേണ്ടുന്ന ഒരു ഭാരിച്ച ഉത്തരവാദിത്വം എനിക്കെന്നതുപോലെ നിങ്ങൾക്കുമുണ്ട്. ഈ രാജ്യത്തിന്റെ സുസ്ഥിരതയ്ക്ക് വേണ്ടി, ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി സാമ്പത്തിക നയവും ഇവിടത്തെ ജനപ്പെരുപ്പവും ഒക്കെ നമ്മൾ ഇന്ന് തിരിച്ചറിയുന്നുണ്ടല്ലോ. ഇവരെ നിലയ്ക്ക് നിർത്തിയിട്ടില്ലെങ്കിൽ 2047 പോപ്പുലർ ഫ്രണ്ടിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയും ഇന്ന് നൈജീരിയയിൽ അനുഭവിക്കുന്ന അതേ യാതനകൾ, ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന അതേ വേദനകൾ നാളെ നമ്മളെയും തേടി വരും. ഭാരതീയ ന്യായ സംഹിതകൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമാക്കണം. അതിനാണ് ഏക സിവിൽ കോഡിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഒരു ശക്തവും സുസ്ഥിരവുമായിട്ടുള്ള ഒരു ബഹുസ്വര രാജ്യത്തെ കെട്ടിപ്പടുക്കാൻ ആദ്യം ഈ മത തീവ്രവാദികളെ മനസ്സിലാക്കി ഈ മത തീവ്രവാദത്തിനെതിരെ പ്രതികരിക്കാൻ നമുക്ക് കഴിയണം. ഇവരുടെ ലക്ഷ്യം മതരാജ്യമാണ്. അവരുടെ ആ ലക്ഷ്യത്തിലേക്ക് അവരെ അടുക്കാൻ അനുവദിക്കില്ല എന്ന പ്രതിജ്ഞയാണ് ഇവിടെയുള്ള ഓരോ ഭാരതീയനും എടുക്കേണ്ടത്. അതല്ലെങ്കിൽ ഇതിന്റെ അപ്പുറം ഇനിയും വാവ് നോക്കിയിരുന്ന്
ആകാശത്ത് നോക്കിയിരുന്ന് നിലവിളിക്കേണ്ടി വരും, വേറെ വഴിയൊന്നുമില്ല. ഇവരെത്രമാത്രം ഭൂരിപക്ഷമായി എന്നിപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ബംഗ്ലാദേശികളും പാകിസ്ഥാനികളും ഒക്കെ നമ്മുടെ രാജ്യം അടക്കി ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, അവർക്ക് വോട്ട് ചെയ്യാൻ വരെ അവകാശം കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം മാറിയെങ്കിൽ എത്രമാത്രം ഭീകരമാണ് നമ്മുടെ നാടിന്റെ ഗതി. ഇവര് ചെന്ന് കയറിയ രാജ്യങ്ങളിലെല്ലാം ഇവർ മതപരമായിട്ടുള്ള മാനങ്ങൾ കൊണ്ടുവന്നിട്ട്, ഇവർ മതപരമായിട്ടുള്ള ശരീഅത്ത് നിയമം അവിടെ വേണമെന്ന് പറഞ്ഞ് തർക്കിച്ചിട്ട് പ്രതിഷേധങ്ങൾ ഉണ്ടാക്കിയിട്ട് അവരൊക്കെ ഇവരെ ചവിട്ടി പുറത്താക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുവല്ലേ. ഇന്ന് നമ്മുടെ രാജ്യം നരേന്ദ്രമോദി